ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. അപ്പോൾ നമ്മളെല്ലാവരും ജൂനിയർ അക്കൗണ്ടൻറ്റ് തസ്തികയിൽ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആ സിലബസുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ IT ഭാഗത്ത് നിന്ന് അല്പം ഡീപ്പായിട്ട് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റ് ആകാൻ പോകുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഒക്കെ ആയി മാറുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് PSC പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിലബസുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഇതേ മാതൃകയിലുള്ള സിലബസിൽ നിന്നും മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. അപ്പോൾ ആ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്കും ചോദ്യങ്ങൾ കിട്ടാൻ പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ക്ലാസ് തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ആരും സ്കിപ്പ് ചെയ്യരുത്. മുഴുവനും ഈ ക്ലാസ് കാണുക. ഈ ക്ലാസ് മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമ്മുടെ ഈ ഒരു കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ, PSC ചോദിച്ച ചില ചോദ്യങ്ങൾ പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ബാക്ക് ബോൺ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം? 2023 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ബാക്ക് ബോൺ എന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. 4 ഓപ്ഷൻ ഉണ്ട്: CPU, മദർ ബോർഡ്, RAM, IO സ്ലോട്ട്സ്. ഏതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം? പറയാൻ സാധിക്കുന്നുണ്ടോ? ദെൻ അടുത്തൊരു ചോദ്യം നോക്കിയേ. വിച്ച് കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓൾ അതർ കമ്പോണൻറ്റ്സ്? ഓപ്ഷൻ A CPU, ഓപ്ഷൻ C CU, ഓപ്ഷൻ B ALU, ഓപ്ഷൻ D ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ ഇതേ മാതൃകയിലുള്ള കുറേ ചോദ്യങ്ങൾ PSC എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ വീണ്ടും അഗെയിൻ കുറച്ച് ചോദ്യങ്ങളും കൂടിയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എനാബിൾസ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്തിൻ ദ കമ്പ്യൂട്ടർ മെമ്മറി വെൻ എ കമ്പ്യൂട്ടർ ഈസ് സ്റ്റാർട്ടഡ് ഓർ ബൂട്ടപ്പ്? ഇതും 2023 നടന്ന ഒരു PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അതിൽ 4 ഓപ്ഷൻ ഉണ്ട്: കമ്പൈൽ ആൻഡ് ഗോ ലോഡർ, ഓപ്ഷൻ C ബൂട്ട് സ്ട്രാപ്പ് ലോഡർ, ബൂട്ട് ലോഡർ, ബൂട്ട് സ്ട്രാപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? അപ്പോൾ അതെല്ലാം പഠിക്കുവാനായിട്ട് ഈ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2024 ചോദിച്ച ഒരു ചോദ്യമാണ്. PSC നടത്തിയ ഒരു പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോർസ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ടു ഇനിഷ്യലി ബൂട്ട് ദ കമ്പ്യൂട്ടർ? വളരെ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. 4 ഓപ്ഷൻ ഉണ്ട്: ROM, RAM, ക്യാഷ് മെമ്മറി, അതുപോലെ തന്നെ രജിസ്റ്റർ. അതുപോലെ മറ്റൊരു ചോദ്യം: ചൂസ് ദ ഓഡ് ഓൺ ഫ്രം ദ ഫോളോയിങ്. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഓഡ്, അതായത് ഒറ്റപ്പെട്ട് കിടക്കുന്ന സംഗതി ഏതാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? വളരെ ലളിതമായിട്ടൊരു ഉള്ളൊരു ചോദ്യമാണ് അല്ലേ. സ്കൂൾ ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ പഠിച്ചു വന്ന ഒരു ചോദ്യമാണ്. അത് 2024 നടത്തിയ ഒരു പരീക്ഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ ചിലർക്കൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്, ചിലർക്ക് ചെറിയൊരു അവ്യക്തതയുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 6 ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് നിഷ്പ്രയാസം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ കമ്പോണൻറ്റുകളും എന്താണ്, എന്തിനുപയോഗിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർഡ്വെയർ. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ് ഹാർഡ്വെയർ? ഫിസിക്കൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് കാൾഡ് ഹാർഡ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ ഭൗതികമായിട്ടുള്ള ഭാഗങ്ങളെ, അതായത് നമുക്ക് കാണുവാനും തൊടുവാനും തൊട്ട് അതിൻ്റെ ഫീലിങ്സ് അറിയുവാനും സാധിക്കുന്ന ഉപകരണങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? ഹാർഡ്വെയർ എന്ന് എന്ത് ചെയ്യാം? പറയാം. ഹാർഡ്വെയർ റെഫേഴ്സ് ടു ദ physical components and devices that make up a computer system. അതായത് ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന ഫിസിക്കൽ കമ്പോണൻറ്റുകളെ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പാർട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓർ എനി ഇലക്ട്രോണിക് ഡിവൈസ്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും ഒരു കമ്പ്യൂട്ടർ ആയാലും അത്
നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫിസിക്കലായിട്ടുള്ള ഭാഗങ്ങളെ, ഫിസിക്കൽ പാർട്ടുകളെ നമുക്ക് ഇന്ന് പറയാം ഹാർഡ്വെയർ എന്ന് പറയാം. ദീസ് ആർ ദ ടാങ്കിബിൾ ഫിസിക്കൽ പാർട്സ് ദാറ്റ് യു ക്യാൻ ടച്ച് ആൻഡ് സീ ആസ് ഓപ്പോസ്ഡ് ടു സോഫ്റ്റ്വെയർ. നമുക്ക് കാണുവാനും തൊടുവാനും തൊട്ട് അതിൻ്റെ ഫീല് എന്താണ് എന്ന് അറിയുവാനും സാധിക്കുന്ന ഡിവൈസുകളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് സോഫ്റ്റ്വെയറുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണ്? സോഫ്റ്റ്വെയറിനെ നമുക്ക് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, തൊടാൻ സാധിക്കില്ല. സോഫ്റ്റ്വെയറിനെ നമുക്ക് തൊടാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് സോഫ്റ്റ്വെയറിനെ നമ്മൾ തൊടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മോണിറ്ററിൻ്റെ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അല്ലാതെ സോഫ്റ്റ്വെയറിനെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റത്തില്ല അല്ലേ? സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് കാണാൻ മാത്രം കഴിയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ദെൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ദാറ്റ് റൺ ഓൺ ദ ഹാർഡ്വെയർ. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പാർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഇലക്ട്രോണിക് ഡിവൈസോ അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള ഡിവൈസ് എടുത്താലും എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമുക്ക് കാണാനും തൊടുവാനും സാധിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മുടെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർഡ്വെയർ മാത്രം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആ ഹാർഡ്വെയറിനെ കൊണ്ട് ജോലി ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സോഫ്റ്റ്വെയർ വേണം കേട്ടോ. ഹാർഡ്വെയറിനെ കൊണ്ട് ഒരു ആക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ്വെയറിനെ കൊണ്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സോഫ്റ്റ്വെയർ വേണം. സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഹാർഡ്വെയർ കമ്പോണൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ജോലി ചെയ്യിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുതയും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഹാർഡ്വെയറുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ മനുഷ്യന്മാരുടെ കഥ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ഒരു ബോഡി ഉണ്ടല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ഉയർത്തണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? എൻ്റെ ഈ കൈ ഉയർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ എന്താണ്? സോഫ്റ്റ്വെയറും പിന്നെ എന്താണ് കൈ എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ്വെയറുമാണ് കേട്ടോ. ഏതാണ്ട് ആ ഒരു കോൺസെപ്റ്റ് പോലെയാണ് എന്നുള്ള വസ്തുതയും മനസ്സിലാക്കുക. ഓക്കെ, ദെൻ in the context of a computer, hardware includes all the parts that are involved in performing computations, storing data and interacting with the external devices കേട്ടോ. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമുക്കൊരു ഡാറ്റ പ്രോസസ്സിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഉറപ്പായിട്ടും ഹാർഡ്വെയർ വേണം കേട്ടോ. ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഡാറ്റയെ ഇൻപുട്ടായിട്ട് കമ്പ്യൂട്ടറിനുള്ളിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസായ കീബോർഡ് വേണം അല്ലേ. കീബോർഡ് കൊണ്ട് ഡാറ്റകളെല്ലാം ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിനുള്ളിൽ കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഹാർഡ്വെയർ ഡിവൈസായ മെമ്മറിക്കകത്ത് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. മെമ്മറി സ്റ്റോറേജ് ഡിവൈസിനകത്ത് സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്ത ഡാറ്റയാണ് പ്രോസസ്സ് ചെയ്ത് ഒരു യൂസ്ഫുൾ ഇൻഫോർമേഷൻ ആക്കി എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമുക്ക് കമ്പ്യൂട്ടറിനകത്തൊരു കമ്പ്യൂട്ടേഷൻ നടത്തണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എന്ത് വേണം? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കഥ പോലെ പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ പാർട്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹാർഡ്വെയർ എന്ന് പറയാം. നമുക്ക് തൊടുവാനും കാണുവാനും കയ്യിലെടുക്കുവാനും സാധിക്കുന്ന ഭാഗങ്ങളെയാണെന്തെന്ന് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറിനെ ജോലി ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ, ഹാർഡ്വെയറിനെ കൊണ്ട് എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? സോഫ്റ്റ്വെയർ വേണം എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ പറയുക കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ആർ കാൾഡ് സോഫ്റ്റ്വെയർ എന്നും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഹാർഡ്വെയറിനെ കുറിച്ച് ഇനി ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ്, മൗസ്, മോണിറ്റർ, CPU അല്ലെങ്കിൽ CPUവിനകത്തുള്ള മദർ ബോർഡ്, റാൻഡം ആക്സസ് മെമ്മറി, SMBS ഇതെല്ലാം ഹാർഡ്വെയർ ഡിവൈസുകളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോകാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട ഹാർഡ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും കൂടി നമുക്കൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം കേട്ടോ. ആദ്യം പറയുന്നത് എന്താണ്? CPU. എന്താണ്? CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മുടെ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ മോണിറ്ററിൻ്റെ സൈഡിലായിട്ടൊരു പെട്ടി ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നിലവിലുള്ള CPU എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സൈസ് വളരെയധികം ചെറുതാണ്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ വലിയ ഒരു പെട്ടിയാണ് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇപ്പോൾ CPUവിൻ്റെ സൈസൊക്കെ ഒരുപാട് ചെറുതായി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത് വേണമെങ്കിൽ PSC ചോദിക്കും, CPU-ന്റെ ഫുൾ ഫോം ചോദിക്കും. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് അറ്റൻഷൻ കിട്ടാത്ത രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും ABCD എന്ന് പറയുന്ന അവിടെ കൊടുത്തിരിക്കുന്നത്. സോ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാവൂ കേട്ടോ. ചിലപ്പോൾ കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഉള്ളത്. സോ നിങ്ങൾ ഉറപ്പ് വരുത്തുക, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ചാടിക്കേറി ആൻസർ കറുപ്പിക്കാതെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും എൻഷുർ ചെയ്യുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊച്ചു കുട്ടിയെടുത്ത് ചോദിച്ചാലും പുള്ളി ആൻസർ പറയും. പക്ഷേ നമുക്ക് ഈ PSC പരീക്ഷാ ഹാളിൽ കയറി നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ അടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതാനുള്ള ആ ഒരു ത്വരയിൽ നമ്മൾ ചിലപ്പോൾ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു സംഗതി നമ്മൾ ചിലപ്പോൾ OMR ഷീറ്റിൽ കറുപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് പോലും തെറ്റിക്കാതിരിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക കേട്ടോ. CPU. The CPU is the brain of the computer. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത് CPU എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആർക്കും ഒരു തർക്കവുമില്ല. It carries out instructions and performs calculations and logical operations. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? CPU ആണ് കേട്ടോ. ബേസിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് പ്രോസസ് പിന്നെ എന്താണ് ഔട്ട്പുട്ട് കേട്ടോ. നമ്മളൊരു ഡാറ്റയെ ഇൻപുട്ടായിട്ട് കമ്പ്യൂട്ടറിനുള്ളിൽ കൊടുക്കുന്നു. ഈ ഡാറ്റയെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ഒരു കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം അടുത്ത പരിപാടി എന്താണ്? അതിനെ പ്രോസസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യും. മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റും. ആ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ് ഔട്ട്പുട്ടായിട്ട് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് അല്ലെങ്കിൽ മോണിറ്റർ വഴി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഈ ഒരു വർക്കിംഗ് ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. ഈ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ എന്താണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് എന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓപ്ഷനിൽ മറ്റ് ചില ഓപ്ഷൻസിനോടൊപ്പം ഈ ഒരു ഓപ്ഷനും നമുക്ക് കാണാൻ സാധിക്കും. സോ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഫ്ലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. ഇൻപുട്ട്, പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് പ്രോസസ്സ്, അത് കഴിഞ്ഞ് എന്താണ്, ഔട്ട്പുട്ട് കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ CPU എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ക്യാരീസ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്യുക, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുക, അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആര് ചെയ്യുന്നത്? CPU പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കേട്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ കൺട്രോൾ യൂണിറ്റ് ആൻഡ് അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കേട്ടോ. നമ്മുടെ CPU-ൻ്റെ പ്രധാനപ്പെട്ട 2 യൂണിറ്റുകളാണ്. CPU ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2 യൂണിറ്റ്സ്. ഏതൊക്കെയാ? കൺട്രോൾ യൂണിറ്റ് ആൻഡ് അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ CU എന്ന് പറയാം. അതുപോലെ അർത്തമെറ്റിക് ലോജിക് യൂണിറ്റിനെ ഷോർട്ട് ഫോമിൽ ALU എന്നും പറയാം കേട്ടോ. ഇതിൻ്റെ ഫുൾ ഫോം വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത്രയും ഭയങ്കര ഭീകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ CPU-ൻ്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അർത്തമെറ്റിക് ലോജിക് യൂണിറ്റും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഈ 2 യൂണിറ്റുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കാൽക്കുലേഷൻസ്, ഡാറ്റ കമ്പാരിഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നത്? പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഫൈനൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ കാണിച്ച 6 ചോദ്യങ്ങൾ. അതിൽ 1-2 ആൻസർ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയാത്ത ഉത്തരങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുന്ന ആ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യും? ഇനിഷ്യലിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 6 ചോദ്യങ്ങൾ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഉത്തരവും നമ്മൾ കണ്ടെത്തും കേട്ടോ. അതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോഴത്തേക്ക് ഞാനിവിടെ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഓപ്ഷൻ കണ്ടിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? പറയണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെമ്മറിയാണ് കേട്ടോ. എന്താണ്? മെമ്മറിയാണ്. മെമ്മറി ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹാർഡ്വെയറിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന ഒരു കുറച്ച് ഡിവൈസുകളാണ് മെമ്മറി ഡിവൈസസ് കേട്ടോ. മെമ്മറി, ഇപ്പോൾ മെമ്മറി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ മെമ്മറി പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്.
പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. എന്താണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും? നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറിയാണ് റാമും റോമും. പ്രൈമറി മെമ്മറി ഡിവൈസാണ് റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും കേട്ടോ. റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും. നമുക്ക് ആദ്യം റാമിൻ്റെ കഥ നോക്കാം. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. എന്താണ് റാൻഡം ആക്സസ് മെമ്മറി? ഇതൊരു പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാലും പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ മെയിൻ മെമ്മറിക്ക് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ റാമും റോമും ഉണ്ടാവും. ചിലപ്പോൾ പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ റാമും റോമും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോകരുത്. അതിൽ യാതൊരു ആശയക്കുഴപ്പവും വരേണ്ട കാര്യമില്ല. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാലും മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം എന്താണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. അപ്പോൾ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ആ ഒരു ടേം ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിയണം. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. യൂസ്ഡ് ഫോർ ടെമ്പററിലി സ്റ്റോറിംഗ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ദ CPU ഈസ് ആക്റ്റീവ്ലി യൂസിങ്. അതായത് CPU കറൻ്റ്ലി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഡാറ്റകളെയും ഇൻസ്ട്രക്ഷനുകളെയും താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വോളറ്റൈൽ മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്? റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് പറയുന്നത്. അപ്പം റാമിൻ്റെ പർപ്പസ് എന്താണ്? കറൻ്റ്ലി നമ്മുടെ CPU-നകത്ത് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ആരെന്ന് പറയുന്നത്? റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഈ റാൻഡം ആക്സസ് മെമ്മറിയെ വോളറ്റൈൽ മെമ്മറി എന്ന് നമ്മൾ പറഞ്ഞു. വൈ ദിസ് ഈസ് നോൺ ആസ് വോളറ്റൈൽ മെമ്മറി? എന്തുകൊണ്ട് ഇതിനെ വോളറ്റൈൽ മെമ്മറി എന്ന് നമ്മൾ പറയുന്നു? അതായത് ഈ റാൻഡം ആക്സസ് മെമ്മറി താൽക്കാലികമായിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും എന്ത് ചെയ്യുന്നുള്ളൂ? സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതായത് എപ്പോൾ വരെയാണോ പവർ കിട്ടുന്നത്, ആ പവർ ഉള്ളിടത്തോളം കാലം റാമിനകത്ത് ഡാറ്റ കാണും. എപ്പോഴാണോ പവർ പോകുന്നത് അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യുന്നത്, റാമിനകത്തുള്ള ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പവർ ഉള്ളിടത്തോളം കാലം റാമിനകത്തുള്ള ഡാറ്റ അവിടെ തന്നെ കാണും. പവർ പോയി കഴിഞ്ഞാൽ വെൻ ദ പവർ ഗോസ്, റാമിനകത്തുള്ള ഡാറ്റ മുഴുവനും ലോസ് ആയി പോകും കേട്ടോ. അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറിക്കകത്ത് കിടക്കുന്ന ഡാറ്റയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസൻറ്റ് ടൈമിൽ മാത്രമേ റാൻഡം ആക്സസ് മെമ്മറിക്കകത്ത് ഡാറ്റ എന്ത് ചെയ്യുകയുള്ളൂ? സ്റ്റോറായി കിടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെന്തെന്ന് പറയുന്നത്? വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. വോളറ്റൈൽ മെമ്മറി, ടെമ്പററി മെമ്മറി എന്നൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ. ഇതാണ് റാമിനെ കുറിച്ചുള്ള പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു റീഡ് റൈറ്റ് മെമ്മറിയാണ്. റീഡ് റൈറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാമിനകത്തേക്ക് നമുക്ക് ഡാറ്റ എഴുതുവാനും സാധിക്കും, റാമിലുള്ള ഡാറ്റയെ നമുക്ക് റീഡ് ചെയ്യുവാനും സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഒരു റീഡ് റൈറ്റ് മെമ്മറി എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. റീഡ് ഓർ റൈറ്റ് മെമ്മറി എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പറയാം. റാമിനുള്ളിലേക്ക് നമുക്ക് ഡാറ്റയെ എഴുതുവാനും സാധിക്കും, റാമിലുള്ള ഡാറ്റയെ നമുക്ക് വായിച്ചെടുക്കുവാനും സാധിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് റീഡ് റൈറ്റ് മെമ്മറി. ഓക്കെ, അപ്പം ഇതാണ് റാം കേട്ടോ. ഇതാണ് റാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റോം. എന്താണ് റോം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറി. ആസ് ഇറ്റ് നെയിം സജസ്റ്റ്, എന്താണ്? ഇതിനകത്ത് കിടക്കുന്ന ഈ മെമ്മറിക്ക് ഉള്ളിലെ ഡാറ്റയെ നമുക്ക് വായിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരിക്കലും റീഡ് ഓൺലി മെമ്മറിക്കകത്ത് ഡാറ്റയെ എഴുതുവാൻ, റൈറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ റോം എന്ന് പറഞ്ഞാൽ എന്താ? നോൺ വോളറ്റൈൽ മെമ്മറി ദാറ്റ് സ്റ്റോർസ് പെർമനന്റ് ഇൻസ്ട്രക്ഷൻസ് സച്ച് ആസ് ദ സിസ്റ്റംസ് ഫേംവെയർ, ബയോസ് ഓർ UEFI. ഓക്കെ, അതായത് റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്താണ്? ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ കാരണം എന്താ? കറണ്ട് പോയാലും അതിനകത്ത് കിടക്കുന്ന ഡാറ്റ എന്ത് ചെയ്യില്ല? നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ടാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റാസിനെയും പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാനായി യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫേംവെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സോഫ്റ്റ്വെയറുകളാണ് കേട്ടോ. ചെറിയ ചെറിയ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ്. അതായത് ഹാർഡ്വെയർസിനെ
നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹാർഡ്വെയർ ഡിവൈസസിനെ വർക്ക് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളെയാണ് ഫേംവെയർ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് എക്സ്റ്റേണൽ ഡിവൈസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിവൈസസിനെയൊക്കെ ഇനിഷ്യലൈസ് ചെയ്യാനും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫേംവെയർസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫേംവെയർസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ ഫാക്ടറിയിൽ വെച്ച് തന്നെ റീഡ് ഓൺലി മെമ്മറിക്കകത്ത് ഡാറ്റാസിനെയും ഇൻസ്ട്രക്ഷൻസിനെയും പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ നിർമ്മാതാക്കൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കുറേ കാലം ഉപയോഗിച്ച് അതിനെ കണ്ടംപ്റ്റ് ചെയ്ത് കളയുന്നത് വരെയും ഈ റീഡ് ഓൺലി മെമ്മറിക്കകത്തുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഈ റീഡ് ഓൺലി മെമ്മറിയുടെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫേംവെയർസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമല്ലോ, നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായി വരും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായി വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂട്ടിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഹാർഡ്വെയർസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഹാർഡ്വെയർസിനെയൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുവാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ലോഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്, റീഡ് ഓൺലി മെമ്മറിക്കകത്താണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ടപ്പ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഡാറ്റകളെല്ലാം പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്, റീഡ് ഓൺലി മെമ്മറിയിലാണ് അല്ലെങ്കിൽ റോമിലാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ റാമിൽ നിന്നും റോമിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും PSC ചോദിക്കും. സോ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി എന്താണെന്നും റീഡ് ഓൺലി മെമ്മറി എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മെല്ലെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഹാർഡ്വെയർ ഡിവൈസസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹാർഡ്വെയറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ സ്റ്റോറേജ് ഡിവൈസസ്. നമ്മൾ നേരത്തെ മെമ്മറി പഠിച്ചു. നേരത്തെ പഠിച്ച മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ മെമ്മറിയാണ് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സ്റ്റോറേജ് ഡിവൈസസ്, അതായത് സെക്കൻഡറി മെമ്മറിയുടെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് മെമ്മറി ഡിവൈസസ് ആണ് കേട്ടോ. സെക്കൻഡറി മെമ്മറിയെ നമ്മൾ പറയുന്ന മറ്റ് പേരുകളാണ് എന്തെന്ന് പറയുന്നത്, മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി എന്നും നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പോൾ സെക്കൻഡറി മെമ്മറി, ഓക്സിലറി മെമ്മറി, എക്സ്റ്റേണൽ മെമ്മറി എന്നൊക്കെ പറഞ്ഞാലും അത് എന്ത് തന്നെയാണ്, അതെല്ലാം സ്റ്റോറേജ് ഡിവൈസസ് തന്നെയാണ്. കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിയാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് സ്റ്റോറേജ് ഡിവൈസസ് അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയുടെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ഡിവൈസസിനെ പെട്ടെന്നൊന്ന് പഠിച്ചു പോകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അല്ലെങ്കിൽ HDD ഹാർഡ് ഡിസ്ക്. നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരെല്ലാവരും എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ വളരെ പരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് എടുക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ HDD അതിൻ്റെ ഫുൾ ഫോം ആണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഇപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അപ്പോൾ എന്താണ് ഹാർഡ് ഡിസ്ക്? നമുക്കറിയാം, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ലോങ് പീരീഡ് ഓഫ് ടൈം പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാനായി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. വലിയ അളവിലുള്ള ഡാറ്റയെ കാലാകാലങ്ങളോളം ശേഖരിച്ച് വെക്കുവാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സ്റ്റോറേജ് യൂസ്ഡ് ഫോർ ലോങ് ടേം ഡാറ്റ സ്റ്റോറേജ് കേട്ടോ. വളരെ വലിയ കാലയളവിൽ നമുക്ക് ഡാറ്റകളെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായി യൂസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, തരുന്നത് കേട്ടോ. അപ്പോൾ അറിയുക, ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് യൂസ്ഡ് ഫോർ ലോങ് ടേം ഡാറ്റ സ്റ്റോറേജ്. അതായത് മാഗ്നറ്റിക് ഡിസ്കുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോറേജ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഈ ഒരു പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഹാർഡ് ഡിസ്കിനെ പൊളിച്ചു വെച്ചിരിക്കുന്ന ഒരു പടമാണ്. ഇതിനകത്ത് ഒരു ഡിസ്ക് കണ്ടോ നിങ്ങൾ? ഈ കാണുന്ന ഈ ഒരു ഡിസ്ക് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. മാഗ്നറ്റിക് ഡിസ്ക്, ഈ മാഗ്നറ്റിക് ഡിസ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ സ്റ്റോർ ആവുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ.
കേട്ടോ. നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിനകത്ത് ഡാറ്റ സ്റ്റോറേജ് നടക്കുമ്പോൾ ഈ ഡിസ്ക് എന്ത് ചെയ്യും? കറങ്ങും. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ചെറിയൊരു ശബ്ദവും ഉണ്ടാവും. ഓക്കെ, ഞാൻ അത്രയും ഹാർഡ്വെയർ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഇതാണ് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് SSD. SSDയുടെ ഫുൾ ഫോം എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇപ്പോൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ് SSD എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ചെറിയ സൈസാണ്. മാത്രമല്ല വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോറേജ് നടക്കും. അതുപോലെ തന്നെ ഡാറ്റ റിട്രീവലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് SSD അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് കേട്ടോ. It is faster than HDD. Faster than HDD. This device stores data electronically. ഇവിടെ ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിക്കലി ആണ്. പക്ഷേ നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്ത് മെക്കാനിക്കലി ആണ് ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത്. മെക്കാനിക്കലി എന്ന് പറയാൻ കാരണം ആ മാഗ്നറ്റിക് കോട്ടിംഗ് ഉള്ള ആ ഒരു ഡിസ്ക് ഉണ്ടല്ലോ, ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മെക്കാനിക്കലി എന്ന് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് എന്ന് പറയാൻ കാരണം. അവിടെ ഒരു മെക്കാനിക്കൽ ഓപ്പറേഷനാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. പക്ഷേ ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ആണ്. അപ്പോൾ കുറച്ചും കൂടി ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നാൻഡ് ബേസ്ഡ് ടെക്നോളജിയാണ്. നാൻഡ് ബേസ്ഡ് ടെക്നോളജിയാണ് ഈ SSDയിൽ ഡാറ്റ സ്റ്റോറേജിനായിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. നാൻഡ് ബേസ്ഡ് ടെക്നോളജി എന്ന് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിന് പകരമായിട്ട് പുതിയ ആധുനിക കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്കിവിടെ ഡാറ്റ സ്റ്റോറേജും ഡാറ്റ റീഡിങ്ങും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത് അല്ലെങ്കിൽ റീഡിംഗ് നടക്കുന്നത് ഇലക്ട്രോണിക്കലി ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് ടെക്നോളജി എന്ന് പറയുന്നത് നാൻഡ് ബേസ്ഡ് ടെക്നോളജിയാണ് കേട്ടോ. നാൻഡ് ബേസ്ഡ് ടെക്നോളജി. ഹാർഡ് ഡിസ്കിലാണെങ്കിലോ മാഗ്നറ്റിക് കോട്ടഡ് ആയിട്ടുള്ള ഡിസ്കുകൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയുക. ഇതിനടുത്തത് ഒപ്റ്റിക്കൽ ഡ്രൈവ്സ്. ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റ സ്റ്റോറേജ് നടക്കുന്ന ഡിവൈസുകളെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് CD, DVD, ബ്ലൂറേ ഡിസ്ക് ഇതെല്ലാം ഒപ്റ്റിക്കൽ ഡിസ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഡാറ്റ ഓൺ ഒപ്റ്റിക്കൽ ഡിസ്ക്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് ഏതൊക്കെയാണ്? CD-യുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? കോമ്പാക്റ്റ് ഡിസ്ക് കേട്ടോ. CD-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഡിസ്ക്. അതുപോലെ DVD-യുടെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്. ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നും ചിലർ പറയാറുണ്ട് കേട്ടോ. ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ CD-യുടെ ഫുൾ ഫോം കോമ്പാക്റ്റ് ഡിസ്ക്, DVD-യുടെ ഫുൾ ഫോം ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് ആണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒപ്റ്റിക്കൽ ഡ്രൈവുകൾക്ക് ഉദാഹരണങ്ങളാണ്. ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റ സ്റ്റോറേജും ഡാറ്റ റീഡിങ്ങും ഒക്കെ നടത്താൻ സാധിക്കുന്ന ഡ്രൈവുകളെയാണ് ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് എന്ന് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിനടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്? USB ഡ്രൈവ്സ്. ഇപ്പോൾ USB ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസസ് ഫോർ ട്രാൻസ്ഫറിങ് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? പ്ലഗ് ആൻഡ് പ്ലേ ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഡ്രൈവുകളെയാണ് USB ഡ്രൈവ്സ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. നമ്മുടെ പെൻ ഡ്രൈവ് ഉണ്ടല്ലോ, പെൻ ഡ്രൈവ് എന്ന് പറയുന്നത് എന്താണ്? USB ഡ്രൈവ് ആണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് USB പോർട്ടിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഡാറ്റാസിനെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യാം. കമ്പ്യൂട്ടറിനകത്തുള്ള ഡാറ്റാസിനെ നമുക്ക് പെൻ ഡ്രൈവിലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് റിമൂവബിൾ ഡിസ്ക് ആണല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? പ്ലഗ് ചെയ്യാം, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും സാധിക്കും. റിമൂവ് ചെയ്ത് മാറ്റി സൂക്ഷിച്ചു വെക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിമൂവബിൾ മീഡിയ എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസ് കേട്ടോ. പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമ്മൾ പ്ലഗ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്തുള്ള ഡാറ്റാസിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് USB ഡ്രൈവുകൾ എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 2 ഹാർഡ്വെയർ ഡിവൈസുകളാണ്. ഒന്ന് മദർ ബോർഡ്. എന്താണ്? മദർ ബോർഡ്, അമ്മ ബോർഡ്. എന്തുകൊണ്ട് നമ്മൾ ഇതിനെ മദർ ബോർഡ് എന്ന് വിളിക്കുന്നു, ഫാദർ ബോർഡ് എന്ന് വിളിക്കുന്നില്ല? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഇപ്പോൾ മദർ ബോർഡ്, ദ മെയിൻ സർക്യൂട്ട് ബോർഡ് ദാറ്റ് ഹൗസസ് ദ CPU. അപ്പോൾ CPU-നെ ഹൗസ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ CPU എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത്, നമ്മൾ സ്കൂൾ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ സൈഡിലിരിക്കുന്ന ആ ഒരു വലിയ ക്യാബിനറ്റ് പെട്ടിയാണ് CPU എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ വലിയൊരു പെട്ടിയെ നമുക്ക് CPU ക്യാബിനറ്റ് എന്നേ പറയാൻ കഴിയുള്ളൂ. ശരിക്കും കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ CPU എന്ന് പറയുന്നത്
പറയുന്നത് എന്താണ്? മൈക്രോ പ്രോസസ്സറാണ് കേട്ടോ. മൈക്രോ പ്രോസസ്സറിനെയാണ് ശരിക്കും CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനും പെർഫോം ചെയ്യുവാനായിട്ട് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഡാറ്റ പ്രോസസ്സിങ്ങും കമ്പ്യൂട്ടേഷൻസും അല്ലെങ്കിൽ കാൽക്കുലേഷൻസും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യുന്നത് ആരാണ്? പ്രോസസ്സറാണ്. അപ്പോൾ പ്രോസസ്സറിനെയാണ് ശരിക്കും നമ്മൾ CPU എന്ന് പറയുന്നത്. ആ സൈഡിലുള്ള കമ്പ്യൂട്ടറിൽ നമ്മൾ കാണുന്ന വലിയൊരു പെട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ CPU ക്യാബിനറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് മദർ ബോർഡ് എന്ന് ചോദിച്ചാൽ ദ മദർ ബോർഡ് ദാറ്റ് ഹൗസസ് ദ CPU, memory and other essential components. It provides connectivity between all parts of the system. അപ്പോൾ മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ്. അപ്പോൾ മദർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സർക്യൂട്ട് ബോർഡാണ്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഉള്ള ഓരോ ഡിവൈസസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മദർ ബോർഡിനെ കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കൂടുതൽ ഡിവൈസസ്, പെരിഫറൽ ഡിവൈസസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും മദർ ബോർഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവയെല്ലാം ഇൻ്റർകണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെമ്മറി, അതുപോലെ തന്നെ പ്രോസസ്സർ, ഇത്തരത്തിലുള്ള ഡിവൈസസിനെയൊക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? മദർ ബോർഡിൽ കാണുന്ന വിവിധ സ്ലോട്ടുകളിലാണ് എന്ന് മനസ്സിലാക്കുക. മദർ ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തെല്ലാം കാണാൻ പറ്റും? റാൻഡം ആക്സസ് മെമ്മറി കണക്ട് ചെയ്യുവാനുള്ള സ്ലോട്ട് കാണാം, മൈക്രോ പ്രോസസ്സർ കണക്ട് ചെയ്യുവാനായിട്ടുള്ള സ്ലോട്ടുകൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് പെരിഫറൽ ഡിവൈസസുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള വിവിധ പോർട്ടുകൾ അല്ലെങ്കിൽ കണക്ടറുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മദർ ബോർഡിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഡിവൈസസിനെയും നമുക്ക് എവിടെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുക? മദർ ബോർഡിലാണ് കണക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു സർക്യൂട്ട് ബോർഡിന് മദർ ബോർഡ് എന്ന് ഈ പേര് വരാൻ കാരണം എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ the main circuit board that houses CPU, memory and other essential components, it provides connectivity between all parts of the system എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മദർ ബോർഡ് കേട്ടോ. മദർ ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന മറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം കേട്ടോ. മദർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിവിധ കമ്പോണൻറ്റുകൾ, മദർ ബോർഡിൻ്റെ ഫങ്ഷൻസ്, മദർ ബോർഡിൻ്റെ ഫോം ഫാക്ടർ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? പവർ സപ്ലൈ യൂണിറ്റ് അല്ലെങ്കിൽ PSU. പവർ സപ്ലൈ യൂണിറ്റ് അല്ലെങ്കിൽ PSU കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം ആൻ ഔട്ട്ലെറ്റ് ഇൻ ടു ദ അപ്രോപ്രിയേറ്റ് ഫോം ആൻഡ് വോൾട്ടേജ് ടു ദ പവർ ദ കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇതാ കാണുന്നു പവർ സപ്ലൈ യൂണിറ്റ്. ഇതാ ഈ പിക്ചറിൽ കാണാം പവർ സപ്ലൈ യൂണിറ്റ് അല്ലെങ്കിൽ SMPS എന്ന് നമ്മൾ പറയാം അല്ലേ. എന്തിനാണ് ഈ പവർ സപ്ലൈ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്ലഗ് വഴി കിട്ടുന്ന ഒരു നിശ്ചിത അളവിലുള്ള പവർ, ഇപ്പം നോർമലി നമ്മുടെ വീടുകളിലൊക്കെ 220 വോൾട്ട്സ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഡിവൈസസിന് വേണ്ടുന്ന പവറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? പവർ സപ്ലൈ യൂണിറ്റ് അല്ലെങ്കിൽ ഈ SMPS ആണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. SMPSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? SMPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ കേട്ടോ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. എന്താണ്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഓക്കെ, ഇതാണ് SMPS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പവർ സപ്ലൈ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഡിവൈസസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ കമ്പോണൻസിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പവറിനെ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. ഇലക്ട്രിക്കൽ എനർജിയെ എന്ത് ചെയ്യുക? എടുത്ത് കൺവേർട്ട് ചെയ്ത് വിവിധ അളവിലാക്കി ഓരോ ഡിവൈസസിനും എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പവർ സപ്ലൈ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹാർഡ്വെയറിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. എന്താണ് ഇൻപുട്ട് ഡിവൈസ്? നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത്? ഡിവൈസസ് ദാറ്റ് അലോ ദ യൂസർ ടു ഇൻപുട്ട് ഡാറ്റ ഇൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരിക്കലും താനേ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യത്തില്ല. എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രമേ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസൊക്കെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കുവാനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻപുട്ട് ഡിവൈസ്, പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാ? കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ, ക്യാമറ. അതുപോലെ തന്നെ മറ്റ് ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്? മാഗ്നറ്റിക് കിങ് ക്യാരക്ടർ റെക്കഗ്നിഷൻ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, അതുപോലെ തന്നെ ബാർകോഡ് സ്കാനർ.
ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസുകളുടെ പരിധിയിൽപ്പെടുത്താവുന്ന വിവിധ ഉപകരണങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻപുട്ട് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കണം. ആ ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ, ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിലബസിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. കാരണം മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇൻപുട്ട് ഡിവൈസിൻ്റെ ജോലി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഈ കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ, ക്യാമറ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന ഇൻപുട്ട് ഡിവൈസുകളാണ്. അതിനോടൊപ്പം തന്നെ മറ്റു ചില ഇൻപുട്ട് ഡിവൈസുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നും പറയാറുണ്ട് കേട്ടോ. ദെൻ OMR, ബാർകോഡ് റീഡർ, ജോയ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ബയോമെട്രിക് സെൻസർ. ഇതെല്ലാം വിവിധ ഇൻപുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതികളായതുകൊണ്ട് ചിലപ്പോൾ PSC ഇത്തരം കാര്യങ്ങളായിരിക്കും ഇൻപുട്ട് ഡിവൈസായിട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ളത് കേട്ടോ. കുറച്ച് കടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, PSCക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏത് ഇൻപുട്ട് ഡിവൈസ് ചോദിച്ചാലും വ്യക്തമായിട്ട് പറയാൻ അറിഞ്ഞിരിക്കണം. ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും അത് പറയുവാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് വിശദമായിട്ടൊരു ക്ലാസ് ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഇൻപുട്ട് കൊടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് വളരെ അർത്ഥമുള്ള ഒരു വിവരമാക്കി മാറ്റിയതിന് ശേഷം അത് എന്ത് ചെയ്യണം, നമുക്ക് കാണിച്ചു തരണം. അപ്പോൾ നമ്മളിത് കാണുന്നത് എങ്ങനെയാണ്, ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഡിവൈസസ് ദാറ്റ് അലോ ദ കമ്പ്യൂട്ടർ ടു ഔട്ട്പുട്ട് ഡാറ്റ ഫോർ ദ യൂസർ ടു സീ ഓർ ഹിയർ. അതായത് നമുക്ക് കാണുവാനോ കേൾക്കുവാനോ സാധിക്കുന്ന തരത്തിലുള്ള ഡിവൈസാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, പ്രൊജക്ടർ, പിന്നെ എന്താണ് പ്ലോട്ടർ, പിന്നെ ബ്രെയിലി ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാഴ്ച പരിമിതിയുള്ള ആളുകളുണ്ടല്ലോ, കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ബ്രെയിലി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അവർക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കി എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഇമേജസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസാണ് ബ്രെയിലി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിലി ഡിസ്പ്ലേ എന്തിൻ്റെ ഉദാഹരണമാണ് എന്ന് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ബ്രെയിലി ഡിസ്പ്ലേ ഒരു ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് കേട്ടോ. അതും കൂടി നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ബ്രെയിലി ഡിസ്പ്ലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അന്തം വിട്ട് പോകരുത്. അത് ബ്രെയിലി ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പം മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, പ്രൊജക്ടർ, പ്ലോട്ടർ, ബ്രെയിലി ഡിസ്പ്ലേ ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഡിവൈസസ്, ഇതെല്ലാം PSCയുടെ വളരെ പ്രിയപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ സിലബസ് വളരെയധികം സിമ്പിളായിരുന്നു. IT ആൻഡ് സൈബർ ലോ, ഇങ്ങനെ ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ സിലബസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ പ്രോഗ്രാമിങ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡിപ്ലോമ ബേസ്ഡ് സിലബസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡീപ്പായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു പോവേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്ന ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ പഠിക്കേണ്ടുന്ന ഒരു യൂണിറ്റ്, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ GPU. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. എ സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സർ ഡിസൈൻഡ് ടു ഹാൻഡിൽ റെൻഡറിംഗ് ഓഫ് ഇമേജസ്, വീഡിയോസ് ആൻഡ് അനിമേഷൻസ്. ഇറ്റ് ഓഫ്ലോഡ്സ് ഗ്രാഫിക് ഇൻറ്റൻസീവ് ടാസ്ക് ഫ്രം ദ CPU. നമ്മളിപ്പോൾ സാധാരണ ഗ്രാഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത് ചിലപ്പോൾ സാധാരണ ഒരു CPU യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ സാധാരണ ഒരു നോർമൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന CPU-ന് കുറച്ച് പരിമിതികളുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സറിനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഡിവൈസസിനൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് പ്രോസസ്സറാണ് എന്തെന്ന് പറയുന്നത്
GPU അല്ലെങ്കിൽ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ സിനിമയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോ ഉണ്ടല്ലോ, ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടക്കുന്ന സ്റ്റുഡിയോസ്, അതുപോലെ തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ്, അതുപോലെ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോസ്, അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റുഡിയോസ്, ഇമേജ് പ്രോസസ്സിംഗ്, വീഡിയോ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡിയോസിലൊക്കെ അവരുടെ കമ്പ്യൂട്ടറുകളിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഗെയിം ക്രേസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഗെയിമിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗെയിമൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, അത്തരം കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഫിക്സ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഈ വളരെ വലിയ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഗെയിംസ് ഒന്നും ചിലപ്പോൾ സാധാരണ കമ്പ്യൂട്ടറിൽ സപ്പോർട്ടായി എന്ന് വരില്ല. അഥവാ സപ്പോർട്ട് ആയാൽ തന്നെ ഡിസ്പ്ലേയിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ടാവും. ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം കേട്ടോ. കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതാണ് GPU അല്ലെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് വായിക്കുക. എ സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സർ ഡിസൈൻഡ് ടു ഹാൻഡിൽ റെൻഡറിങ് ഓഫ് ഇമേജസ്, വീഡിയോസ്, അനിമേഷൻസ്. ഇറ്റ് ഓഫ്ലോഡ്സ് ഗ്രാഫിക് ഇൻറ്റൻസീവ് ടാസ്ക് ഫ്രം ദ CPU എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെറ്റ്വർക്കിംഗ് കമ്പോണൻസ്. ഇത് ഹാർഡ്വെയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റു ചില കമ്പോണൻറ്റുകളാണ്. ദീസ് അലോ എ കമ്പ്യൂട്ടർ ടു കണക്ട് ടു അതർ ഡിവൈസസ് ഓഫ് നെറ്റ്വർക്ക്സ്. അപ്പോൾ നമുക്ക് ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ മറ്റ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുവാനോ നമുക്ക് ഈ കാണുന്ന ഡിവൈസസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം കേട്ടോ. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, അതുപോലെ തന്നെ മോഡം, റൗട്ടർ, ഇതെല്ലാം വേരിയസ് നെറ്റ്വർക്കിംഗ് കമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആണ് കേട്ടോ. എന്താണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ. ഇവയാണ് നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു കൂട്ടം കമ്പ്യൂട്ടറിനെ ഒരുമിച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു നെറ്റ്വർക്ക് എന്ന് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കാണ്. നമ്മുടെ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നെറ്റ്വർക്കൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിവൈസസൊക്കെ വളരെയധികം അത്യാവശ്യമാണ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, റൗട്ടർ, മോഡം, ബ്രിഡ്ജ്, ഹബ്ബ്, സ്വിച്ച്, ഇത്തരത്തിൽ ഒരുപാട് ഹാർഡ്വെയർ ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാം കേട്ടോ. അതൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെരിഫറൽ ഡിവൈസസ്. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത് കേട്ടോ. എക്സ്റ്റേണൽ ഡിവൈസസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ഫോർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പർപ്പസസ്. നമ്മുടെ ഇൻപുട്ട് ആവശ്യങ്ങൾക്കോ ഔട്ട്പുട്ട് ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസസിനെയാണ് പെരിഫറൽ ഡിവൈസസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പ്രിൻ്ററുകൾ, എക്സ്റ്റേണൽ സ്റ്റോറേജ്, ഓഡിയോ ഡിവൈസസ്, കീബോർഡ്, മൗസ്, ഇതെല്ലാം പെരിഫറൽ ഡിവൈസുകൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ എക്സ്റ്റേണൽ ഡിവൈസസിന് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഇൻ്റർകണക്ട് ചെയ്യുന്ന ഡിവൈസസിനെ നമുക്ക് പെരിഫറൽ ഡിവൈസസ് എന്ന് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. ഒരു സാധാരണ കോമൺ PC, ഒരു സാധാരണ കമ്പ്യൂട്ടറിനെ മാക്സിമം 16 പെരിഫറൽ ഡിവൈസസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. 16 പെരിഫറൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഈ പെരിഫറൽ ഡിവൈസസ് ഒക്കെ നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിവിധ കണക്ടറുകൾ അല്ലെങ്കിൽ വിവിധ പോർട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസസിനെ അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ മദർ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, USB പോർട്ട്, HDMI പോർട്ട്, ഓഡിയോ വീഡിയോ പോർട്ട്, ഇങ്ങനെ ഒരുപാട് പോർട്ടുകൾ കാണാൻ പറ്റും. ഈ പോർട്ടുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, പെരിഫറൽ ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള പല കാര്യങ്ങളുമാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക. സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് CU അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ്. എന്താണ് CU അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ്? എന്താണ് CU? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU-നെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ALU, അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും, ഒന്ന് CU. അപ്പോൾ ഇതിൽ CU ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
അപ്പോൾ ഈ അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റും സി യുവും ഒക്കെ എവിടെയാണ് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയുക സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിലാണ് കൺട്രോൾ യൂണിറ്റും അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റും ഒക്കെ എന്ത് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. എന്താണ് സി യു അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. The control unit is one of the main components of the central processing unit. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ സി യു എന്ന് പറയുന്നത്. ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഈ സി പി യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണ് എന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, ദ സി യു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡയറക്റ്റിംഗ്. The CU is responsible for directing and coordinating the activities of all other parts of the computer system. എന്ത് ലളിതമായിട്ടുള്ള വാക്കാണ് സി യു അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സെൻറ്റൻസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു ജോലി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ മറ്റെല്ലാ കമ്പോണൻറ്റുകളെയും അല്ലെങ്കിൽ അവയുടെ ജോലികളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും അതായത് ഡയറക്റ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരുടെ ചുമതലയാണ്? കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളെയും അല്ലെങ്കിൽ മറ്റെല്ലാ ഓപ്പറേഷൻസിനെയും നിയന്ത്രിക്കുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും ആരാണ്? കൺട്രോൾ യൂണിറ്റാണ്. എങ്ങനെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു? നിശ്ചിത ഇടവേളകളിൽ കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിനകത്തുള്ള മറ്റ് ഡിവൈസുകളുടെ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രിൻസിപ്പാൾ ഉണ്ടാവും അല്ലേ. പ്രിൻസിപ്പാൾ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും എന്ത് ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അവരുടെ വഴിക്ക് പോകും, കുട്ടികൾ അവരുടെ വഴിക്ക് പോകും അല്ലേ. അതുകൊണ്ടാണ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരു കൺട്രോൾ അവിടെ ഉള്ളത്. പ്രിൻസിപ്പാൾ എന്ത് ചെയ്യുന്നു? നിശ്ചിത ഇൻ്റർവെല്ലുകളിൽ നിശ്ചിത ഇടവേളകളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ആര് കൊടുക്കും? പ്രിൻസിപ്പാൾ കൊടുക്കും. ആ ഒരു സെയിം ജോലി തന്നെയാണ് ഇവിടെ കൺട്രോൾ യൂണിറ്റും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റെഗുലർ പീരിയോഡിക് ഇൻ്റർവെല്ലുകളിൽ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൺട്രോൾ യൂണിറ്റ് നൽകുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നുകൂടി പറയുകയാണ്, പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് 2024-ലോ 2023-ലോ നടത്തിയ ഒരു പരീക്ഷയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാചകം അതേപടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദ കൺട്രോൾ യൂണിറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡയറക്റ്റിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ അതർ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. It controls the operation of the entire computer by interpreting and executing instructions from programs stored in memory. അപ്പോൾ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ള ഡിവൈസസിനെയും കമ്പോണൻസിനെയൊക്കെ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇറ്റ് കൺട്രോൾസ് ദ ഓപ്പറേഷൻ ഓഫ് എൻ്റയർ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മുടെ മുഴുവൻ കമ്പ്യൂട്ടറിൻ്റെയും ഓപ്പറേഷൻസിനെ ഇത് കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? ബൈ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വിവിധ പ്രോഗ്രാമുകളെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുമാണ് എന്ത് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് വിവിധ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെമ്മറിക്കകത്ത് മെയിൻ മെമ്മറിക്കകത്ത് ഒരുപാട് പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? കൺട്രോൾ യൂണിറ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ്സ് ചെയ്യുക. ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ റൺ ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവയെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്താണ് കൺട്രോൾ യൂണിറ്റ് എന്നുള്ളത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഓവറാൾ ഓപ്പറേഷൻസിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിറ്റാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഈ കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വിവിധ ഇൻസ്ട്രക്ഷനുകളെയും അതുപോലെ തന്നെ വിവിധ ഡാറ്റകളെയും ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു മാർക്ക് കിട്ടിയിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകൾ എന്തെല്ലാമാണ്?
ഇതെല്ലാം PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യ ഇനങ്ങളാണ് കേട്ടോ. അവർക്ക് ചോദിക്കാൻ വളരെ താല്പര്യമുള്ള ഭാഗമാണ് ഈ കൺട്രോൾ യൂണിറ്റിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻ? പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമതായി നമ്മൾ പഠിക്കുന്ന ഒരു ഫങ്ഷനാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. എന്താണ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്? ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. The control unit fetches instructions from the computer's memory, usually from RAM. അതായത് റാൻഡം ആക്സസ് മെമ്മറി, കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ഫെച്ച് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുന്നു. The instructions are stored in memory as machine code and are retrieved one by one for execution by the CPU. അപ്പോൾ ഈ മെയിൻ മെമ്മറിക്കകത്ത് ഇൻസ്ട്രക്ഷനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് മെഷീൻ കോഡിലാണ് കേട്ടോ. മെഷീൻ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം. മെഷീൻ കോഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകളെയാണ് മെഷീൻ കോഡ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റിൽ ബൈനറി എന്നും പറയുന്നുണ്ട്. അതായത് മെമ്മറിക്കകത്ത് ഓരോ ഇൻസ്ട്രക്ഷനുകളെയും അല്ലെങ്കിൽ ഡാറ്റകളെയും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് മെഷീൻ കോഡ്. മെഷീൻ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയായിരിക്കും: 11001110100111. അതായത് നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ കമ്പ്യൂട്ടറിന് ഈ മെഷീൻ കോഡ് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? മനസ്സിലാവുകയുള്ളൂ. ബിക്കോസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഷീനാണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്, ഒരു യന്ത്രമാണ്. അതിന് യന്ത്രഭാഷ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? മനസ്സിലാവുകയുള്ളൂ എന്നും എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മുടെ മെമ്മറിക്കകത്ത് ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? മെഷീൻ കോഡിലാണ് അല്ലെങ്കിൽ ബൈനറി ഫോമിലാണ്. അതായത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു രൂപത്തിൽ ഒന്നുകളുടെയും പൂജ്യങ്ങളുടെയും രൂപത്തിലായിരിക്കും മെഷീൻ കോഡുകൾ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് ആർ റിട്രീവ്ഡ് വൺ ബൈ വൺ ഫോർ ദ എക്സിക്യൂഷൻ ബൈ ദ CPU. അവ ഓരോന്നിനെ എന്ത് ചെയ്യുന്നു? ഓരോന്നായിട്ട് CPU എന്ത് ചെയ്യുന്നു? റിട്രീവ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ദ കൺട്രോൾ യൂണിറ്റ് ഫെച്ചസ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ കമ്പ്യൂട്ടർ മെമ്മറി. These instructions are stored in memory as machine code and are retrieved one by one for execution by the CPU. അപ്പോൾ CPUവിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ റിട്രീവ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് പരിശോധിക്കാം. ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്. ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡീകോഡിങ് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് കോഡിങ്, ഡീകോഡിങ് അല്ലേ? നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് ഭാഷയെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഒറിജിനൽ ഫോമിലേക്ക് ആക്കി മാറ്റുന്നു. അതാണ് ഡീകോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആഫ്റ്റർ ഫെച്ചിങ് ആൻ ഇൻസ്ട്രക്ഷൻ ദ CU കൺട്രോൾ യൂണിറ്റ് ഡീകോഡ്സ് ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആക്ഷൻ ഈസ് റിക്വയർഡ്. ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നു. എന്തിനാണ്? എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു? കൺട്രോൾ യൂണിറ്റ് അതിനെ ഡീകോഡ് ചെയ്യുന്നു. The instruction is typically divided into parts, opcode, operands, etc. and the CU determines what type of operation needs to be performed. Example, arithmetic, logical, data movement. അതായത് ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടൈപ്പിക്കലി ഓപ്കോഡ്, ഓപ്പറാൻഡ് ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ഓപ്കോഡായിട്ടും അല്ലെങ്കിൽ ഓപ്പറാൻഡ് ആയിട്ടും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് കാണാൻ സാധിക്കുക. ഓപ്പറാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ A+B എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും എന്താണ്? ഓപ്പറാൻഡുകളാണ്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ഇൻസ്ട്രക്ഷൻസിനെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? ഈ ഇൻസ്ട്രക്ഷനെ കണ്ടതിന് ശേഷം എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. അതായത് ആക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഡാറ്റ മൂവ്മെൻറ്റ് പോലുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാനീ പറയുന്ന ഈ ഒരു സെയിം വാചകം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. After fetching an instruction, the CU decodes it to understand what action is required. The instruction is typically divided into parts, opcode, operands, etc. and the CU determines what type of operation needs to be performed. Example, arithmetic, logical, data movement. Okay, ഇത് നന്നായിട്ട് പഠിക്കുക. Then നമുക്ക് അടുത്ത ഫംഗ്ഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കൺട്രോൾ സിഗ്നൽ ജനറേഷൻ. കൺട്രോൾ സിഗ്നൽ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഓവറോൾ ഫംഗ്ഷനെ നിയന്ത്രിക്കുക. എങ്ങനെ നിയന്ത്രിക്കും? വിവിധ ഭാഗങ്ങളിലേക്ക് കൺട്രോൾ സിഗ്നൽസ് അയച്ചാണ് എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത് അല്ലേ? നമുക്കിവിടെ നോക്കാം. The CU generates control signals to coordinate the operations of other parts of the computer and CPU.
അപ്പോൾ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? കൺട്രോൾ സിഗ്നലുകളെ ജനറേറ്റ് ചെയ്യുന്നു. എന്തിനാണ്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ CPU-ൻ്റെ മറ്റ് ഭാഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്ത് അയക്കുന്നത്. These signals direct the arithmetic and logic unit, registers and other components to perform the necessary operations for the current instructions. ഈ സിഗ്നൽസ് ആണ് എന്ത് ചെയ്യുന്നത്? അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റിനെയും രജിസ്റ്ററിനെയും മറ്റ് കമ്പോണൻസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? നെസസറി ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? പ്രാപ്തരാക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. ദെൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ. എന്താണ് ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ? The CU manages, CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് കേട്ടോ. The control unit manages the timing of the CPU operations. നമ്മുടെ CPU ഓപ്പറേഷൻസിൻ്റെ ടൈമിങ് മാനേജ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിങ്ങിനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. It uses the system clock to ensure that all components are synchronized and operate in the correct order. ഈ കൺട്രോൾ യൂണിറ്റ് ഒരു സിസ്റ്റം ക്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം ക്ലോക്ക് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ CPU ഓപ്പറേഷൻസും കറക്റ്റ് ഓർഡറിൽ കറക്റ്റ് ടൈമിലാണോ പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സിസ്റ്റം ക്ലോക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ള വസ്തുത കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ടൈം ആൻഡ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ദ CU മാനേജസ് ദ ടൈമിംഗ് ഓഫ് ദ CPU ഓപ്പറേഷൻ. It uses system clock to ensure that all components are synchronized and operate in the correct order. ഇപ്പം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും പഠിച്ചു പോവുക കേട്ടോ. ഈ ഒരു വീഡിയോ മുഴുവനും കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കൺട്രോൾ യൂണിറ്റും അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ ഇനി അടുത്ത ഫംഗ്ഷനിലേക്ക് നമുക്ക് പോവാം. ആരുടെ ഫംഗ്ഷൻ? കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. മറ്റ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ execution control. Once the CU has decoded the instruction, it controls the execution phase. അതായത് ഇൻസ്ട്രക്ഷനുകളെ CU കൺട്രോൾ യൂണിറ്റ് ഒരു തവണ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഫേസിനെ എന്ത് ചെയ്യുന്നു? അത് കൺട്രോൾ ചെയ്യുന്നു. ഈ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിനെ റൺ ചെയ്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക? ഒരു പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. അതാണ് ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്സിക്യൂഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ 1+2 എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, ഈ 1+2നെ ഞാൻ കൂട്ടുന്ന ആ പ്രോസസ്സിനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയാം. എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എൻ്റെ ആൻസർ എന്ത് ചെയ്യുന്നത്? എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ once the control unit has decoded the instruction, it controls the execution phase. It ensures that the appropriate actions are taken based on the instruction type such as data manipulation, memory operations or input-output handling. അതായത് നമ്മുടെ എക്സിക്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആണോ എടുത്തത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത്? എൻഷുർ ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ ഡാറ്റ മാനിപ്പുലേഷൻ, മെമ്മറി ഓപ്പറേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഹാൻഡ്ലിങ് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുന്നതും ഇവിടെ ഈ എക്സിക്യൂഷൻ കൺട്രോളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. It ensures that the appropriate actions are taken based on the instruction type. ഇൻസ്ട്രക്ഷൻ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായിട്ടുള്ള ആക്ഷൻ ആണോ എടുത്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ഈ എക്സിക്യൂഷൻ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? എൻഷുർ ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടർ മാനേജ്മെൻറ്റ്. എന്താണ് പ്രോഗ്രാം കൗണ്ടർ മാനേജ്മെൻറ്റ്? ദ പ്രോഗ്രാം കൗണ്ടർ ഈസ് എ സ്പെഷ്യൽ രജിസ്റ്റർ വിത്തിൻ ദ കൺട്രോൾ യൂണിറ്റ്. നമ്മുടെ കൺട്രോൾ യൂണിറ്റിനകത്തുള്ള ഒരു സ്പെഷ്യൽ രജിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രാം കൺട്രോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ രജിസ്റ്റർ? നമ്മൾ രജിസ്റ്ററിൽ എഴുതിയൊക്കെ വെക്കും, അത് നിങ്ങൾക്കറിയാം. രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഏറ്റവും ചെറിയ മെമ്മറി, സ്മോളസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടറിനകത്തുള്ള ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ദ സ്മോളസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ ഈസ് കാൾഡ് രജിസ്റ്റർ. വളരെ ചെറിയ സൈസിലുള്ള ഡാറ്റകളെ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷനാണ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൺട്രോൾ യൂണിറ്റിനകത്തുള്ള ഒരു സ്പെഷ്യൽ രജിസ്റ്റർ ആണ്. ദാറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ്. അതായത്
തൊട്ടടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായി യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാം കൗണ്ടർ എന്ന് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. ആഫ്റ്റർ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ചഡ്, ദ PC ഈസ് അപ്ഡേറ്റഡ് ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓരോ ഇൻസ്ട്രക്ഷനെയും കൺട്രോൾ യൂണിറ്റ് ഫെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തതായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ള കാര്യവും കൂടി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പ്രോഗ്രാം കൗണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഈസ് എ സ്പെഷ്യൽ രജിസ്റ്റർ വിത്തിൻ ദ കൺട്രോൾ യൂണിറ്റ് that keeps track of the address of the next instructions to be executed. After each instruction is fetched, the PC is updated to point to the next instruction. ഒരു കാര്യം കൂടി ഞാൻ പറയാം, രജിസ്റ്റർ എന്താണ് നന്നായിട്ട് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും സ്മോളസ്റ്റ് മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ, സ്മോളസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറി കേട്ടോ. നമ്മുടെ ക്യാഷ് മെമ്മറിയേക്കാളും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. കുറേ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്, ക്യാഷ് മെമ്മറി ആണോ രജിസ്റ്റർ ആണോ വളരെ വേഗതയേറിയത്? രജിസ്റ്റർ ആണ് വളരെ വേഗതയേറിയ മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇന്റർപ്രറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. ഇതെല്ലാം കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷനുകളാണ് കേട്ടോ. അത് കുറച്ച് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ദ CU ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇന്റർപ്രറ്റിംഗ് ഈച്ച് മെഷീൻ ലെവൽ ഇൻസ്ട്രക്ഷൻ. അതായത് ഓരോ മെഷീൻ ലെവൽ ഇൻസ്ട്രക്ഷനുകളെയും ഇന്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ റൺ ചെയ്യുക എന്നുള്ളത് കൺട്രോൾ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. This could involve determining if the instruction is a simple addition or more complex branching operation. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ അഡീഷൻ ആണോ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതായത് ഇൻസ്ട്രക്ഷൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. അതായത് വരുന്ന ഇൻസ്ട്രക്ഷൻ ചെറിയ ഒരു ഇൻസ്ട്രക്ഷൻ ആണോ, ചെറിയ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് മാത്രം പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണോ, അതോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ അതിനകത്ത് പെർഫോം ചെയ്യണമോ എന്നുള്ള കാര്യമൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ് കേട്ടോ. അത് മനസ്സിലാക്കുക. അടുത്തത് ഇൻറപ്റ്റ് ഹാൻഡ്ലിംഗ്. ഇൻറപ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ CU ക്യാൻ റെസ്പോണ്ട് ടു ഇൻറപ്റ്റ്സ്. അതായത് എന്താണ് ഇൻറപ്റ്റ് എന്ന് പറയുന്നത്? ഇൻറപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ആക്ഷൻസ്, അതായത് സിഗ്നൽസ് ദാറ്റ് റിക്വസ്റ്റ് ദ CPU അറ്റൻഷൻ. അതായത് CPUവിൻ്റെ അറ്റൻഷൻ കിട്ടുവാനായിട്ട് വരുന്ന സിഗ്നലുകൾ, അതിനെയാണ് നമ്മൾ ഇൻറപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സിഗ്നൽ, അതായത് CPU ശ്രദ്ധിക്കണം. ഈ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ CPU എന്ത് ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ CPUവിനെ നോട്ടിഫൈ ചെയ്യുവാനായിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഇൻറപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എയ്തർ ഫ്രം ഹാർഡ്വെയർ ഡിവൈസസ് ഓർ ഫ്രം സോഫ്റ്റ്വെയർ. ഒന്നുകിൽ സോഫ്റ്റ്വെയറിൽ നിന്നായിരിക്കും ഇൻറപ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ നിന്നായിരിക്കും ഇത്തരത്തിലുള്ള ഇൻറപ്റ്റ് സിഗ്നൽസ് വരുന്നത്. When an interrupt occurs, the CU pauses its current operations and saves the program state to handle the interrupt. അപ്പോൾ ഒരു ഇൻറപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസിനെ തൽക്കാലത്തേക്ക് നിർത്തി വെക്കും. എന്നിട്ട് സേവ്സ് ദ പ്രോഗ്രാം സ്റ്റേറ്റ് ടു ഹാൻഡിൽ ദ ഇൻറപ്റ്റ്. എന്നിട്ട് ആ ഒരു പ്രോഗ്രാം സ്റ്റേറ്റിനെ സേവ് ചെയ്ത് വെക്കും. എന്തിനാണ്? ഇൻറപ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കേട്ടോ. ബിഫോർ റിസ്യൂമിങ് ദ നോർമൽ പ്രോസസ്സിംഗ്. അപ്പോൾ നോർമൽ പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ പ്രോഗ്രാമിന് സേവ് ചെയ്ത് വയ്ക്കും. സേവ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പുതിയതായിട്ട് വരുന്ന ഇൻറപ്റ്റിനെ ഇയാൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചതും പറഞ്ഞു തന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്, എന്താണ് ഇൻറപ്റ്റ് ഹാൻഡ്ലിങ്, ഇൻറർപ്രറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കൺട്രോൾ യൂണിറ്റിൻ്റെ വിവിധ ഫങ്ഷൻസ്, ഇതെല്ലാം കൺട്രോൾ യൂണിറ്റിൻ്റെ എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇതൊക്കെ ഒരു ഡിപ്ലോമ ബേസ്ഡ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പഠിക്കുമ്പോൾ ഇവ ഓരോന്നും എന്താണ്, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻസ് കൊണ്ട് കൺട്രോൾ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് മെല്ലെ അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലേക്ക് പോവാം. ബേസിക്കലി അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്താണ് എന്നുള്ളത് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെയും ചില ഫംഗ്ഷൻസ്, നമ്മളിപ്പോൾ കൺട്രോൾ യൂണിറ്റിൽ പഠിച്ചതുപോലെ തന്നെ ചില ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഒക്കെ പഠിച്ച് തളർന്ന് അങ്ങനെ ഇരിക്കുകയാണ്.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് കേട്ടോ. അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയാൻ പാടില്ല, അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മതി. അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷേ നമ്മളത് അതിൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ALUവിൻ്റെയൊക്കെ ഫുൾ ഫോം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈസ് വൺ ഓഫ് ദ കോർ കമ്പോണൻസ് ഓഫ് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഒരു കോർ കമ്പോണൻ്റ് ആണ് ALU എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റും ഒരു കോർ കമ്പോണൻ്റ് തന്നെയാണ്, അതിനോടൊപ്പം അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. It is responsible for performing arithmetic and logical operations in a computer. കമ്പ്യൂട്ടറിൻ്റെ അർത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുവാനും ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുവാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ALU യൂസ് ചെയ്യുന്നത്. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അഡീഷൻ, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ, ഡിവിഷൻ, പിന്നെന്താ മൾട്ടിപ്ലിക്കേഷൻ, ഇത്തരത്തിലുള്ള മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുവാനും അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ്. ഈ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ കമ്പാരിഷൻ. ഈ ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യും അല്ലേ, നമ്മൾ താരതമ്യപ്പെടുത്തും. നമുക്ക് എന്തോ ഒരു ഔട്ട്പുട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് ഡാറ്റകളെ തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ലോജിക്കൽ യൂണിറ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡാറ്റ കമ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, ലോജിക്കൽ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയുക ഡാറ്റ കമ്പാരിഷൻ ആണ് ലോജിക്കൽ യൂണിറ്റ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക, പറയുക കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ദീസ് ഓപ്പറേഷൻസ് ആർ എസെൻഷ്യൽ ഫോർ എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പ്രോഗ്രാം ആൻഡ് ഫോർ ക്യാരിങ് ഔട്ട് ടാസ്ക് സച്ച് ആസ് ഡാറ്റ മാനിപ്പുലേഷൻ, ഡിസിഷൻ മേക്കിംഗ് പോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ നമ്മൾ പഠിച്ച അർത്തമെറ്റിക് ഓപ്പറേഷനും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവിധ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണം. ഒരുപാട് ഇൻസ്ട്രക്ഷൻസും പ്രോഗ്രാംസും ഒക്കെ നമ്മുടെ മെയിൻ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിവിധ തരത്തിലുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. ഇവയെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത്തരത്തിലുള്ള യൂണിറ്റുകളെല്ലാം നന്നായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, ജോലി ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സിക്യൂട്ട് ചെയ്തൊരു ഡിസൈർഡ് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അർത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ പ്രോപ്പറായിട്ട് നടന്നിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ALU എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ അർത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുവാനും ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡാറ്റ കമ്പാരിഷൻ പോലുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് ALU എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഒരു കോർ കമ്പോണൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം വരാം. അപ്പോൾ ഏത് രീതിയിലുള്ള ചോദ്യം ഈ ALUവിനെ കുറിച്ച് ബേസിക് ലെവലിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത്രയും നേരം ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഉറപ്പായിട്ടും എഴുതാൻ സാധിക്കും കേട്ടോ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ALUവിൻ്റെ ചില ഫങ്ഷൻസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അർത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, പ്രധാനപ്പെട്ട അർത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഈ അർത്തമെറ്റിക് ഓപ്പറേഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം കേട്ടോ. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്നും പറയാം. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALU perform basic arithmetic operations such as addition. Addition എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡിങ് ടു ഓപ്പറാൻഡ്സ്, രണ്ട് ഓപ്പറാൻഡുകളെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇവിടെ പറയുകയാണ് 5 + 3. ഈ 5ഉം 3യും എന്താണ്? ഓപ്പറാൻഡുകളാണ്. എന്താണ്? ഓപ്പറാൻഡ്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്ററാണ്. ഈ ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ 5 + 3 എന്ന് പറഞ്ഞാൽ 5ഉം 3ഉം എന്താണ്? ഓപ്പറാൻഡുകളാണ്. ആ പ്ലസ് മൈനസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് സിമ്പിൾ എന്നൊക്കെ പറയുന്നത് ഓപ്പറേറ്ററുകളാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് ഇതുവരെയും അറിയാൻ പാടില്ലാത്തവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. ഓക്കെ. അപ്പോൾ അഡീഷൻ, രണ്ട് ഓപ്പറാൻഡുകളെ തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് അഡീഷൻ. ഇത് ഞാൻ കൂടുതൽ കഥ പറയേണ്ട കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം.
ദെൻ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓപ്പറാൻഡിൽ നിന്ന് മറ്റൊന്ന് കുറയ്ക്കുവാനായിട്ട് സബ്ട്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലിക്കേഷൻ, പെർഫോമിംഗ് ദ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാനായിട്ട് രണ്ട് ഓപ്പറാൻഡുകൾ തമ്മിൽ അല്ലെങ്കിൽ വിവിധ ഓപ്പറാൻഡുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിവിഷൻ അല്ലേ, ഒരു ഓപ്പറാൻഡിനെ മറ്റൊരു ഓപ്പറാൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഹരിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അർത്ഥമെറ്റിക് ഓപ്പറേഷൻസിന് അകത്ത് വരുന്ന സംഗതികളാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എന്ത് ചെയ്തത് നമ്മളിവിടെ പഠിച്ചത് കേട്ടോ. ഇതെല്ലാം അർത്ഥമെറ്റിക് യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേഷൻസ്. എന്താണ് ലോജിക്കൽ ഓപ്പറേഷൻസ്? ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്താണ്, ഡാറ്റ കമ്പാരിസൺ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ. ഡാറ്റ കമ്പാരിസൺ. The ALU also performs logical operations which are used to manipulate binary data. ബൈനറി ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. നമുക്കറിയാം ബേസിക്കലി നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ബൈനറി ഡാറ്റ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷീനാണ് അല്ലേ. ആ മെഷീന് എന്താ പറയുന്നത്, മെഷീൻ കോഡ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ മെഷീൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കോഡുകളെയാണ് മെഷീൻ കോഡ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അവിടെല്ലാം ബൈനറി സീക്വൻസിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് വൺസ് ആൻഡ് സീറോസ്. സോ ബൈനറി ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ ഓപ്പറേഷൻസ് പ്രധാനമായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ലോജിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് വരുന്നത്, ആൻഡ്, ഓർ, നോട്ട്, എക്സോർ. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിസൾട്ട് ഈസ് 1 ഇഫ് ബോത്ത് ഓപ്പറാൻഡ്സ് ആർ 1. രണ്ട് ഓപ്പറാൻഡും ഒന്നാണ് എന്നുണ്ടെങ്കിൽ റിസൾട്ടും എന്തായിരിക്കും, ഒന്നായിരിക്കും. 1 and 1. ദെൻ ഓർ എന്ന് പറഞ്ഞാൽ ദ റിസൾട്ട് ഈസ് 1 ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് 1. അതായത് ഏതെങ്കിലും ഒരെണ്ണം ഒന്നായി കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും, ഒന്നായിരിക്കും. അപ്പം രണ്ട് ഓപ്പറാൻഡുകളിൽ ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ് ഒന്നാണ് എന്നുണ്ടെങ്കിൽ റിസൾട്ടും ഒന്നായിരിക്കും കേട്ടോ. ദ നോട്ട് ഇൻവേർട്സ് ദ ബിറ്റ്സ് ഓഫ് ദ ഓപ്പറാൻഡ്. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറാൻഡിൻ്റെ ബിറ്റുകൾ എന്ത് ചെയ്യുന്നു, ഇൻവേർട്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 എന്ന് പറയുന്ന ഓപ്പറാൻഡ് എന്ത് ചെയ്യുന്നു, 0 ആയി മാറുന്നു. 0 എന്ന് പറയുന്ന ഓപ്പറാൻഡ് 1 ആയി മാറുന്നു കേട്ടോ. അപ്പോൾ നോട്ട് ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവേർട്സ് ദ ബിറ്റ്സ് ഓഫ് ദ ഓപ്പറാൻഡ്, ആൾസോ കാൾഡ് ബിറ്റ് വൈസ് നോട്ട്. ഈ എക്സോറിൻ്റെ ഫുൾ ഫോം എന്താണ്, എക്സ്ക്ലൂസീവ് ഓർ. ദ റിസൾട്ട് ഈസ് 1 ഇഫ് 1 ആൻഡ് ഓൺലി 1 ഓപ്പറാൻഡ് ഈസ് 1. ഒരു ഓപ്പറാൻഡ് 1 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് എന്താണ്, ഈ ആൻഡ്, ഓർ, നോട്ട്, എക്സോർ ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇത് ഒന്ന് കടുപ്പിക്കാൻ വേണമെങ്കിൽ ഇത്രയും ചോദിക്കാം, അല്ല നോർമലി ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ലോജിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ട്, എക്സോർ ഇത്രയും എന്ത് ചെയ്യുക, പറയുക കേട്ടോ. ബിറ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻസ്. എന്താണ് ബിറ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻസ്? ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്, രണ്ട് തരത്തിലുള്ള ബിറ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻസ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ്സ് ദ ബിറ്റ്സ് ഓഫ് ആൻ ഓപ്പറാൻഡ് ടു ദ ലെഫ്റ്റ് കേട്ടോ. മൂവ്സ് ദ ബിറ്റ്സ് ഓഫ് ആൻ ഓപ്പറാൻഡ് ടു ദ ലെഫ്റ്റ്. ഒരു ഓപ്പറാൻഡിൻ്റെ ബിറ്റ്സിനെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. എഫക്റ്റീവ്ലി മൾട്ടിപ്ലൈയിങ് ദ ഓപ്പറാൻഡ് ബൈ എ പവർ ഓഫ് 2. അതായത് ഒരു ഓപ്പറാൻഡിനെ എന്ത് ചെയ്യുകയാണ്, പവർ ഓഫ് 2 ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഷിഫ്റ്റ് റൈറ്റ് മൂവ്സ് ദ ബിറ്റ്സ് ഓഫ് ആൻ ഓപ്പറാൻഡ് ടു ദ റൈറ്റ്. അതായത് ഒരു ഓപ്പറാൻഡിൻ്റെ ബിറ്റ്സിനെ എന്ത് ചെയ്യുന്നു, റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഡിവൈഡിങ് ദ ഓപ്പറാൻഡ് ബൈ എ പവർ ഓഫ് 2. ഇവിടെ എന്താണ്, പവർ ഓഫ് 2 ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു തിയറി ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതിയാവും. ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓപ്പറേഷൻസ്. നമ്മൾ നേരത്തെ പഠിച്ചു ലോജിക്കൽ യൂണിറ്റ് പെർഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഈ ഡാറ്റ കമ്പാരിസൺ പോലുള്ള കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യുന്നത് ആരാണ്, ലോജിക്കൽ യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ കമ്പാരിസൺ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ALU ക്യാൻ കമ്പയർ 2 ഓപ്പറാൻഡ്സ് ടു ചെക്ക് ഫോർ ദ ഈക്വാലിറ്റി ഓർ ഓർഡർ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, എന്തിനാണ് നമ്മൾ ഈ ഡാറ്റയെ കമ്പയർ ചെയ്യുന്നത്. നമുക്കൊരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റാസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ദ ALU ക്യാൻ കമ്പയർ 2 ഓപ്പറാൻഡ്സ് ടു ചെക്ക് ഫോർ ഈക്വാലിറ്റി ഓർ ഓർഡർ. ഒരു പർട്ടിക്കുലർ ഓർഡർ അല്ലെങ്കിൽ ഒരു ഈക്വാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഓപ്പറാൻഡുകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ദീസ് കമ്പാരിസൺസ് ടൈപ്പിക്കലി റിസൾട്ട് ഇൻ എ 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ് റിസൾട്ട്. അപ്പോൾ ഈ കമ്പാരിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് ഒന്നുകിൽ 0 ആയിരിക്കും,
അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺട്രോൾ ഫ്ലോ. നമ്മൾ പ്രധാനമായിട്ടും ഒരു കൺട്രോൾ ഫ്ലോ അല്ലെങ്കിൽ ഒരു ഡാറ്റ ഫ്ലോയിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പാരിഷൻ ഓപ്പറേഷൻസ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം പ്രധാനപ്പെട്ട കമ്പാരിഷൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഈക്വൽ. ഈ കാണുന്ന ഈ ഒരു സിമ്പലിനെ നമുക്ക് എന്തെന്ന് പറയാം, ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയാം. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചെക്ക് ഇഫ് ടു ഓപ്പറാൻഡ്സ് ആർ ഈക്വൽ. രണ്ട് ഓപ്പറാൻഡുകൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഈക്വൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈക്വലിന് ഒറ്റ ഈക്വൽ ടു കൊടുക്കത്തില്ല, രണ്ട് ഈക്വൽ ടുയെ കൊടുക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു സിമ്പിൾ തന്നിട്ട് ഇത് എന്താണ് എന്ന് റെയറായിട്ട് PSC ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ടു ആണ്, ഈക്വൽ ടു ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഗതിയാണ് എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ പറയാവുന്നതാണ് കേട്ടോ. ഒന്ന് കടുപ്പിക്കാനായിട്ട് PSC എവിടെന്നെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എടുത്ത് കൊണ്ടുവന്നാലും നിങ്ങൾ ഒരു മാർക്ക് പോലും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ദെൻ ഗ്രേറ്റർ ദാൻ ചെക്സ് ഇഫ് ദ ഫസ്റ്റ് ഓപ്പറാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ്. അതായത് 5 ഈസ് ഗ്രേറ്റർ ദാൻ 6. 5 6-നേക്കാളും വലുതാണോ എന്ന് എന്ത് ചെയ്യുകയാണ്, നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ ലെസ് ദാൻ ചെക്സ് ഇഫ് ദ ഫസ്റ്റ് ഓപ്പറാൻഡ് ഈസ് ലെസ് ദാൻ സെക്കൻഡ്. അതായത് 2 ഈസ് ലെസ് ദാൻ 3. ഈ രണ്ടാമത്തെ ഓപ്പറാൻഡിനേക്കാളും ഒന്നാമത്തെ ഓപ്പറാൻഡായ 2 ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ദാൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഗതികളാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ, ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഡാറ്റയെ കമ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു തീരുമാനം എടുക്കുവാനായിട്ട് പലതരത്തിലുള്ള ഡാറ്റയെ താരതമ്യം ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കമ്പാരിഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് പെർഫോം ചെയ്യുന്നത് ആരാണ്? അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലെ ലോജിക് യൂണിറ്റ് ആണ് ഈ ഡാറ്റ കമ്പാരിഷൻ പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇത്രയും കാര്യം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ എന്താ പറയുന്നത്, കൺട്രോൾ യൂണിറ്റ്, അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റ് അല്ലെങ്കിൽ ഹാർഡ്വെയർ കമ്പോണൻസ്, ഈ സിലബസിനകത്തുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കവറാക്കുവാനായിട്ട് സാധിക്കും. ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നതിന് നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ എഴുതുവാനും സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ എന്താണ് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞായിരുന്നു. മുൻ വർഷ പരീക്ഷകൾ 2023-ലും 2024-ലും IT ഭാഗത്ത് നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ആൻസർ ഈ ക്ലാസ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ, ആ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും ഒന്ന് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ബാക്ക് ബോൺ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം? കാറ്റഗറി നമ്പർ 108/2023. 2023-ൽ നടന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബാക്ക് ബോൺ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പഠിച്ചു ഈ കാര്യം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചപ്പോൾ ഈ കാര്യം ഞാൻ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞു. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷനിൽ CPU ഉണ്ട്, മദർ ബോർഡ് ഉണ്ട്, RAM ഉണ്ട്, IO സ്ലോട്ട്സ് ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നു അത് തന്നെയാണ്, ശരി തന്നെയാണ്, പറഞ്ഞോളൂ. യെസ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? മദർ ബോർഡാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് മദർ ബോർഡാണ് കേട്ടോ. മദർ ബോർഡ്. കാരണം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഡിവൈസുകളെയും, എല്ലാ പെരിഫറൽ ഡിവൈസുകളെയും, മറ്റ് മെമ്മറി ഡിവൈസുകളെയും ഒക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? മദർ ബോർഡിലാണ്. നമ്മൾ പഠിച്ചു മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സർക്യൂട്ട് ബോർഡാണ്. ഈ മെയിൻ സർക്യൂട്ട് ബോർഡിനകത്ത് CPU കണക്ട് ചെയ്യാൻ, CPU എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ, റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ തന്നെ മറ്റ് പെരിഫറൽ ഡിവൈസസ്, ഇവയെല്ലാം കണക്ട് ചെയ്യുവാനായിട്ടുള്ള സ്ലോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മദർ ബോർഡാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? മദർ ബോർഡിലാണ്. സോ മനസ്സിലാക്കുക, മദർ ബോർഡാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബാക്ക് ബോൺ. നിങ്ങൾ ആൻസർ ഓൾറെഡി പറഞ്ഞല്ലോ, വലിയ സന്തോഷം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Which component of a computer system manages and coordinates the operation of all other components? കാറ്റഗറി നമ്പർ 42/2023 പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഉറപ്പായിട്ടും പറയും. നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് കേട്ട് പഠിച്ചതാണ് അല്ലേ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കമ്പോണൻറ്റുകളുടെയും ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള ഏത് കമ്പോണൻ്റാണ്? ഓപ്ഷൻ A CPU,
ഓപ്ഷൻ ബി CU, ഓപ്ഷൻ സി ALU, ഓപ്ഷൻ ഡി ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇവിടെ ഈ ഓപ്ഷൻ നമ്പറിൽ ചെറിയ വ്യത്യാസമുണ്ട്, നിങ്ങൾ അത് നോക്കണ്ട, നിങ്ങൾ ഇതിനകത്തുള്ള ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണോ, കൺട്രോൾ യൂണിറ്റ് ആണോ, അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണോ, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആണോ? എന്താണ്, പറയൂ. ഓ വെരി ഗുഡ്. കറക്റ്റ് ആൻസർ എന്താ? CU അല്ലേ, കൺട്രോൾ യൂണിറ്റ് ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് കേട്ടോ, വ്യക്തമായിട്ട് പഠിച്ചതാണ്. നമ്മൾ ഇത്രയും കാര്യം പഠിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു? 2 മാർക്ക് കിട്ടി. 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യപ്പോഴത്തേക്ക് നമുക്ക് 2 മാർക്ക് വീതം കിട്ടി അല്ലേ, ഓരോ മാർക്ക് വീതം 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടി. അപ്പോൾ വിച്ച് കമ്പോണന്റ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജസ് ആൻഡ് കോർഡിനേറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓൾ അതർ കമ്പോണൻസ് ചോദിച്ചാൽ ഉത്തരം കൺട്രോൾ യൂണിറ്റ്. ഞാൻ കൂടുതൽ കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഓൾറെഡി ഞാൻ കുറേ പറഞ്ഞു. കൺട്രോൾ യൂണിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എനാബിൾ ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്തിൻ ദ കമ്പ്യൂട്ടർ മെമ്മറി വെൻ എ കമ്പ്യൂട്ടർ ഈസ് സ്റ്റാർട്ട് ഓർ ബൂട്ട് അപ്പ്? കാറ്റഗറി നമ്പർ 42/2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുവാനായിട്ട് എനാബിൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എനാബിൾസ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്തിൻ ദ കമ്പ്യൂട്ടർ മെമ്മറി വെൻ കമ്പ്യൂട്ടർ സ്റ്റാർട്ട്. നമ്മൾ കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഓൺ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന സംഗതി ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ എ കമ്പൈൽ ആൻഡ് ഗോ ലോഡർ, ഓപ്ഷൻ സി ബൂട്ട് സ്ട്രാപ്പ് ലോഡർ, ഓപ്ഷൻ ബി ബൂട്ട് ലോഡർ, ഓപ്ഷൻ ഡി ബൂട്ട് സ്ട്രാപ്പ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ബൂട്ട് സ്ട്രാപ്പ് ആണ്. ഓപ്ഷൻ ഡി ബൂട്ട് സ്ട്രാപ്പ് ആണ് കേട്ടോ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡാവും. ആ ലോഡാകുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് TVയും മൊബൈലും ഒക്കെ ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓടിച്ച് നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഒന്ന് അപ്പായി വരാനായിട്ട് അല്ലേ. എല്ലാ ഹാർഡ്വെയർ കമ്പോണൻസും ഇനിഷ്യലൈസ് ചെയ്ത്, മെമ്മറി ഇനിഷ്യലൈസ് ചെയ്ത്, എല്ലാ കാര്യങ്ങളും സെറ്റായതിനു ശേഷം മാത്രമേ കമ്പ്യൂട്ടർ ഓണായി വരികയുള്ളൂ. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഈ ബൂട്ടിങ്ങിനെ എനാബിൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ബൂട്ട് സ്ട്രാപ്പ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. Then അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോർസ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ടു ഇനിഷ്യലി ബൂട്ട് ദ കമ്പ്യൂട്ടർ? നമ്മുടെ കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏവയായതാണ്? 111/2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി ക്യാഷ് മെമ്മറി, ഓപ്ഷൻ ഡി രജിസ്റ്റർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമ്മൾ പഠിച്ചു എന്താണ്? ഓപ്ഷൻ എ റോം, അതായത് റീഡ് ഓൺലി മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് അപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെയും ഇൻസ്ട്രക്ഷനുകളെയും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റീഡ് ഓൺലി മെമ്മറിയിലാണ് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു അല്ലേ. റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് കേട്ടോ. മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ മോഡലിലായിരിക്കണം മിക്കവാറും നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സംഗതി ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ പഠിച്ചല്ലോ, അതുമായിട്ട് ലിങ്ക് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. മൗസ്, കീബോർഡ്, സ്കാനർ, പ്രിൻ്റർ. സ്കാനർ, പ്ലോട്ടർ, ജോയ്സ്റ്റിക്ക്, സ്പീക്കർ. മൗസ്, മൈക്രോഫോണ്, ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീന്. മൗസ്, മോണിറ്റർ, പ്ലോട്ടർ, പ്രിൻ്റർ. ഇതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സംഗതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഇവയെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസുകളാണ്. എല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇവിടെ മൗസ്, കീബോർഡ്, സ്കാനർ, പ്രിൻ്റർ. ഈ പ്രിൻ്റർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇവിടെ സ്കാനർ, പ്ലോട്ടർ, ജോയ്സ്റ്റിക്ക്, സ്പീക്കർ. ഇവിടെ സ്പീക്കറും പ്ലോട്ടറും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദെൻ മൗസ്, മോണിറ്റർ, പ്ലോട്ടർ, പ്രിൻ്റർ. ഇവ മൂന്നും ഔട്ട്പുട്ട് ഡിവൈസും ഇത് ഇൻപുട്ട് ഡിവൈസുമാണ്. പക്ഷേ ഓപ്ഷൻ സിയിൽ കിടക്കുന്നതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസുകളാണ് കേട്ടോ. ഓപ്ഷൻ സിയിൽ കിടക്കുന്നതെല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ്. അതായത് മൗസ്, മൈക്രോഫോണ്, ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീൻ, ഇവയെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസുകളാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. ഇത് കാറ്റഗറി നമ്പർ 115/2024 ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്തത് വളരെ ലളിതമായിട്ടുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും എഴുതാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. കാറ്റഗറി നമ്പർ 108/2024 ചോദിച്ചൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി, അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. നിങ്ങൾ പറഞ്ഞല്ലോ ആൻസർ, അത് തന്നെയാണ് കറക്റ്റ്. ഓപ്ഷൻ എ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ഈ അടുത്തിടെ നടന്ന പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഹാർഡ്വെയർ, അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ഇത്രയും ഭാഗം പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി മറ്റുള്ള ടോപ്പിക്കുകൾ കൂടി നമ്മൾ പഠിച്ച് കയറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം കേട്ടോ. ഇനി നമുക്ക് മറ്റ് ചില ചോദിക്കുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് പ്രൊവൈഡ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ ആൻഡ് ഔട്ടർ വേൾഡ്? സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഒരു ഔട്ടർ വേൾഡും കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കോമ്പാക്റ്റ്, ഓപ്ഷൻ ബി ഇൻപുട്ട് ഔട്ട്പുട്ട് ഷോർട്ട് ഫോം ആണ് ഈ I/O എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ഡ്രൈവ്സ്, ഓപ്ഷൻ ഡി സ്റ്റോറേജ്. വളരെ ഈസി അല്ലേ ആൻസർ? യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, നമ്മുടെ കമ്പ്യൂട്ടറും ഔട്ടർ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻപുട്ട് ഡിവൈസസിൻ്റെയും ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെയും സഹായത്തോടു കൂടിയാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് മാപ്സ്, പിക്ചേഴ്സ് ആൻഡ് ഡ്രോയിങ്സ് ഇൻ ടു ഡിജിറ്റൽ ഫോം ഫോർ സ്റ്റോറേജ് ഇൻ കമ്പ്യൂട്ടേഴ്സ്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ മാപ്പുകളും പിക്ചറുകളും ഡ്രോയിങ്സും ഒക്കെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ എ ഇമേജ് സ്കാനർ, ഓപ്ഷൻ ബി ഡിജിറ്റൈസർ, ഓപ്ഷൻ സി MICR, ഓപ്ഷൻ ഡി സ്കാനർ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ഡിജിറ്റൈസർ ആണ് കേട്ടോ. ഡിജിറ്റൈസർ അതായത് മാപ്പുകൾ, പിക്ചറുകൾ, മറ്റ് ഡ്രോയിങ്സ് ഇവയെല്ലാം ഡിജിറ്റൽ ഫോമിലാക്കി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുവാനായി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഡിജിറ്റൈസർ. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും സ്കാനർ ആണോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഡിജിറ്റൈസർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്? ഡിജിറ്റൈസർ കേട്ടോ. സ്കാനറും ഏതാണ്ട് ഒന്നും കൂടി ചിന്തിച്ചാൽ സ്കാനറും ശരി തന്നെയാണ്. ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്കാനറും ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ മാപ്പിൻ്റെ കാര്യവും അതുപോലെ തന്നെ പിക്ചേഴ്സിൻ്റെ കാര്യവും ഡ്രോയിങ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൈസർ ആണ് കുറച്ചുകൂടി ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ CPU's ALU? നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഭാഗമല്ലാത്ത സംഗതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആഡർ, ഓപ്ഷൻ ബി സബ്ട്രാക്ടർ, ഓപ്ഷൻ സി മൾട്ടിപ്ലയർ, ഓപ്ഷൻ ഡി ഡാറ്റാ ബസ്. ഏതായിരിക്കും? അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ALUവിൻ്റെ ഭാഗമല്ലാത്തത് ഈ ഓപ്ഷനിൽ ഏതായിരിക്കണം ഒന്ന് പറഞ്ഞേ. യെസ്, എന്തെളുപ്പമല്ലേ? ഓപ്ഷൻ ഡി ഡാറ്റാ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALUവിൻ്റെ ഭാഗമല്ല. ഈ ബസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ബഞ്ച് ഓഫ് വയേഴ്സ് കേട്ടോ. ബഞ്ച് ഓഫ് വയേഴ്സിനെയാണ് നമ്മൾ ബസ് എന്ന് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റാസിനെ പാസ് ചെയ്യാനായിട്ട്, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വയറുകളെയാണ് ഡാറ്റാ ബസ് എന്ന് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ദ അക്രോണിം SSD സ്റ്റാൻഡ്സ് ഫോർ? SSDയുടെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഓപ്ഷൻ ബി സൂപ്പർ സ്പീഡ് ഡാറ്റ, ഓപ്ഷൻ സി സിസ്റ്റം സ്റ്റോറേജ് ഡിവൈസ്, ഓപ്ഷൻ ഡി സ്റ്റാറ്റിക് സ്റ്റോറേജ് ഡിസ്ക്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? നമ്മളത് പഠിച്ചതല്ലേ, ഹാർഡ്വെയറിൽ പഠിച്ചു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് കേട്ടോ. SSDയുടെ ഫുൾ ഫോം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് SSD അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് കേട്ടോ. ഹാർഡ് ഡിസ്കിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് SSD എന്ന് പറയുന്നത്. SSDയിൽ ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിക്കലി ആണ് കേട്ടോ. ഇലക്ട്രോണിക്കലി ആണ് ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി നാൻഡ് ബേസ്ഡ് ടെക്നോളജിയാണ്. എന്താണ്? നാൻഡ് ബേസ്ഡ് ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ SSDയെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരാണ് NVMe. NVMeയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ്.
നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് നന്നായിട്ട് പഠിച്ചുകൊള്ളുക കേട്ടോ. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു സംഗതിയാണ്. NVMeയെക്കാളും കുറച്ചും കൂടി ചെറിയ സൈസുമാണ്, ഫിസിക്കലി ചെറിയ സൈസുമാണ്, കൂടുതൽ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാനും സാധിക്കും. മാത്രമല്ല എന്താണ്, വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് NVMe എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസിലൊക്കെ നമുക്ക് SSDയെക്കാളും ചിലപ്പോൾ NVMe ആയിരിക്കും കാണാൻ സാധിക്കുക കേട്ടോ. ഒരു ചെറിയ ഒരു എന്താ പറയേണ്ടത്, ഒരു റാൻഡം ആക്സസ് മെമ്മറിയുടെ പകുതി വലിപ്പമൊക്കെ NVMeക്ക് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അത്രയ്ക്കും ചെറുതാണ്. നമ്മുടെ ഹാർഡ് ഡിസ്ക് പോലെ വളരെയധികം വെയിറ്റ് ഉള്ള സാധനമൊന്നും അല്ല ഇപ്പോഴത്തെ മെമ്മറി ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാർഡ് പോലെ ആയിരിക്കും നമുക്ക് അതിനെ കാണാൻ സാധിക്കുക. ഓക്കെ, ഇത് സെറ്റല്ലേ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CPU? CPUവിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ എ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ പ്രിൻസിപ്പൽ യൂണിറ്റ്, ഓപ്ഷൻ സി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓപ്ഷൻ ഡി കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ്. നിങ്ങൾ കണ്ണുടച്ചതിൻ്റെ ഉത്തരം എഴുതരുത്. ഈ 4 ഓപ്ഷനും വൃത്തിയായിട്ട് വായിച്ച് 2 തവണ എൻഷുർ ചെയ്തിട്ട് എന്ത് ചെയ്യാവൂ, ആൻസർ എഴുതാവൂ. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ വേണ്ടി വന്നാൽ നമ്മുടെ 1 മാർക്ക് കളയാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യമാണ്. സോ കറക്റ്റ് ആൻസർ എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കേട്ടോ. CPUവിൻ്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതേപോലുള്ള ഗുണിഷ്ട ഓപ്ഷൻസ് ആയിരിക്കും PSC കൊണ്ടുവരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഈസ് ടു പെർഫോം വിച്ച് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ? അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് പ്രധാനമായിട്ടും എന്ത് തരത്തിലുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലോജിക്കൽ ആൻഡ് അർത്തമെറ്റിക് ഓപ്പറേഷൻ, ഓപ്ഷൻ ബി ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ്, ഓപ്ഷൻ സി മെമ്മറി മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസ്, ഓപ്ഷൻ ഡി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. എന്താണ് ALU പ്രധാനമായിട്ടും ചെയ്യുന്നത്? ALU ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണല്ലേ, ലോജിക്കൽ ആൻഡ് അർത്തമെറ്റിക് ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അർത്തമെറ്റിക് ഓപ്പറേഷൻ, എന്തിനാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പിക്കൽ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ALU? ALU പെർഫോം ചെയ്യാത്ത ഓപ്പറേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അഡീഷൻ, ഓപ്ഷൻ ബി മൾട്ടിപ്ലിക്കേഷൻ, ഓപ്ഷൻ സി ബിറ്റ്വൈസ് ആൻഡ് ഓപ്ഷൻ ഡി ഡാറ്റ സ്റ്റോറേജ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ വെയിറ്റ് ചെയ്യാം, ഒന്ന് പറഞ്ഞേ. ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം സിമ്പിളാണ്. യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. എന്താണ്? ഡാറ്റ സ്റ്റോറേജ്. എന്താണ്? ഡാറ്റ സ്റ്റോറേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ALU വാട്ട് ഓപ്പറേഷൻ ഡസ് ദ ആഡർ സർക്യൂട്ട് പെർഫോം? ഈ ആഡർ സർക്യൂട്ട് ALUവിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്? അതിൻ്റെ പേരിൽ നിന്ന് തന്നെ ലിങ്ക് ചെയ്ത് ആൻസർ എഴുതാം അല്ലേ. സബ്ട്രാക്ഷൻ ആണോ, അഡീഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ? യെസ്, ഓപ്ഷൻ ബി അഡീഷൻ കേട്ടോ. Which of the following components in an ALU is responsible for carrying out logical operations such as AND, OR and NOT? അർത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ ഈ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, അതായത് ഈ ആൻഡ്, ഓർ, നോട്ട് പോലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആഡർ, ഓപ്ഷൻ ബി കമ്പറേറ്റർ, ഓപ്ഷൻ സി ലോജിക് ഗേറ്റ്, ഓപ്ഷൻ ഡി ഷിഫ്റ്റർ. ആരായിരിക്കും? കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ലോജിക് ഗേറ്റ് കേട്ടോ. ലോജിക് ഗേറ്റ്. The ALU typically performs all of the following operations except, അതായത് ഈ താഴെ പറയുന്ന എല്ലാ ഓപ്പറേഷൻസും ALU പെർഫോം ചെയ്യുന്നുണ്ട്, ഒന്നൊഴികെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ALU ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 numbers, ഓപ്ഷൻ ബി ഡിവിഷൻ ഓഫ് 2 numbers, ഓപ്ഷൻ സി കമ്പയറിംഗ് 2 numbers, ഓപ്ഷൻ ഡി ഫെച്ചിങ് ഡാറ്റ ഫ്രം മെമ്മറി. ഏതായിരിക്കും? വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇതിൽ ഈ പറയുന്ന ഡി എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ALU ചെയ്യുന്ന കാര്യമല്ല, അത് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്ന കാര്യമാണ്, ഡാറ്റ ഫെച്ച് ചെയ്യുക എന്നുള്ളത്. ഈ 3 സംഗതികളും എന്താണ്? ALU പെർഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതികളാണ്. വിച്ച് ടൈപ്പ് ഓഫ് നമ്പർ റെപ്രസെൻറ്റേഷൻ ഈസ് കോമൺലി യൂസ്ഡ് ബൈ ദ ALU ഫോർ അർത്തമെറ്റിക് ഓപ്പറേഷൻ? അർത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള നമ്പർ റെപ്രസെൻറ്റേഷൻ ആണ് ALU ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഡെസിമൽ ആണോ, ഓപ്ഷൻ ബി ബൈനറി, ഓപ്ഷൻ സി ഹെക്സാഡെസിമൽ, ഓപ്ഷൻ ഡി ആസ്കി. ഏതായിരിക്കും? ഏത് ഫോർമാറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻ ബി ബൈനറി കേട്ടോ. അപ്പോൾ നമ്മുടെ അർത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ബൈനറി നമ്പർ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ALU ഓപ്പറേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻ മോസ്റ്റ് പ്രോസസ്സേഴ്സ്? അപ്പോൾ കണ്ടീഷണൽ ബ്രാഞ്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ALU ഓപ്പറേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അഡീഷൻ, ഓപ്ഷൻ ബി കമ്പാരിഷൻ, ഓപ്ഷൻ സി ബിറ്റ്വൈസ് ഓർ ഓപ്ഷൻ ഡി മൾട്ടിപ്ലിക്കേഷൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ ബി കമ്പാരിഷൻ ആണ് കേട്ടോ.
അതായത് കണ്ടീഷണൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടീഷണൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് രണ്ട് ഡാറ്റകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഡാറ്റകളെ കമ്പയർ ചെയ്ത് ഒരു തീരുമാനം എടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ഓപ്പറേഷൻ ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ALU പെർഫോം ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ്, ഓപ്ഷൻ ബി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു നമ്പേഴ്സ്, ഓപ്ഷൻ സി ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ, ഓപ്ഷൻ ഡി ഡിവിഷൻ ഓഫ് ടു നമ്പേഴ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇത് ALU പെർഫോം ചെയ്യുന്ന എന്താണ്, ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ ആൻഡ് ലോജിക്കൽ ഗേറ്റിൻ്റെ പേര് പറയുന്നുണ്ട്. സോ അതായിരിക്കും ആൻസർ. അങ്ങനെയും നമുക്ക് ലിങ്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ കൺട്രോൾ യൂണിറ്റ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം? കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെർഫോം അർത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണോ? ഓപ്ഷൻ ബി മാനേജ് ദ മൂവ്മെന്റ് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ കമ്പോണൻസ്, ഓപ്ഷൻ സി ഫെച്ച് ആൻഡ് ഡീകോഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, ഓപ്ഷൻ ഡി സ്റ്റോർ ഡാറ്റ ഫോർ ലേറ്റർ യൂസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫെച്ച് ആൻഡ് ഡീകോഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം മെമ്മറി. മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുക. ഇത് കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺട്രോൾ യൂണിറ്റ് റിസീവ്സ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് കൺട്രോൾ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻസിനെ റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി CPU രജിസ്റ്റേഴ്സ്, ഓപ്ഷൻ സി ക്യാഷ് മെമ്മറി, ഓപ്ഷൻ ഡി പ്രോഗ്രാം കൗണ്ടർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പ്രോഗ്രാം കൗണ്ടർ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ പ്രോഗ്രാം കൗണ്ടർ. അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സിനെ നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു രജിസ്റ്റർ ആണെന്നത് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത് കൺട്രോൾ യൂണിറ്റ് എവിടെ നിന്നാണ് ഇൻസ്ട്രക്ഷനെ റിസീവ് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ നിന്നുമാണ് ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദ ALU ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമിങ്. അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് അർത്തമെറ്റിക് ലോജിക് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തണം. ഇത്തരം ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും വായിച്ച് മനസ്സിലാക്കി വരാനായിട്ട് വലിയ പാടാണ്. ഇപ്പോൾ ഒരു 4 ഓപ്ഷൻ അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. 4 സ്റ്റേറ്റ്മെൻറ്റിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് അവ്യക്തമായിട്ടുള്ള കാര്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവ്യക്തമായിട്ടുള്ള കാര്യം ചിലപ്പോൾ ശരിയായിട്ടും വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പെടുന്നത് കേട്ടോ. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പരീക്ഷയ്ക്ക് പോവുക. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, നമുക്ക് വായിക്കാം. എ ഓൺലി അർത്തമെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ബി ബോത്ത് അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഓർ. സി ഓൺലി ലോജിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് ആൻഡ് ഓർ നോട്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഡി ഡാറ്റ കമ്പാരിസൺ. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എയും ബിയും മാത്രമാണോ ശരി? ഓപ്ഷൻ ബി ഡി മാത്രമാണോ ശരി? ഓപ്ഷൻ സി ബിയും ഡിയും ആണോ ശരി? ഓപ്ഷൻ ഡി സിയും ഡിയും ആണോ ശരി? ഒന്ന് വ്യക്തമായിട്ട് വായിച്ചു നോക്കിയേ. നിങ്ങൾ വായിച്ചു നോക്കിയിട്ടൊന്ന് ആൻസർ പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. എന്തായിരിക്കും? നമ്മൾ കുറേ പഠിച്ചല്ലോ ALUവിനെ കുറിച്ച്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ബിയും ഡിയും കേട്ടോ, ഇവ ശരിയല്ല. ഇതും ശരിയല്ല. ബോത്ത് അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഓർ. അർത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ALU പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റ കമ്പാരിഷനും ALU ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ബിയും ഡിയും എന്താണ്? ശരിയാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡെസ്ക്രൈബ്സ് ദ പർപ്പസ് ഓഫ് ദ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ALU? നമ്മുടെ ഈ അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലെ പ്രധാനപ്പെട്ട ലോജിക്കൽ ഒരു ഓപ്പറേഷനാണ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. എ ടു മൂവ് ഡാറ്റ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് CPU. അത് ശരിയാണോടെ? ബി ടു ഷിഫ്റ്റ് ബിറ്റ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ദ നമ്പർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. സി ടു സ്റ്റോർ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഇൻ രജിസ്റ്റേഴ്സ്. ഡി ടു കമ്പയർ ടു വാല്യൂസ് ആൻഡ് ഡിറ്റർമിൻ ഇഫ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ദ അതർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? എയും ബിയും മാത്രമാണോ കറക്റ്റ്? ഡി മാത്രമാണോ കറക്റ്റ്? ബി മാത്രമാണോ കറക്റ്റ്? സിയും ഡിയും മാത്രമാണോ കറക്റ്റ്?
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ബി മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ടു ഷിഫ്റ്റ് ബിറ്റ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ദ നമ്പർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. അപ്പോൾ ഓപ്ഷൻ ബി മാത്രമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബി മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇവയൊന്നും ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. സോ ഈ ഒരു വാചകം നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡെസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺട്രോൾ യൂണിറ്റ് ആൻഡ് ദ ALU. ALUവും അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റും തമ്മിലുള്ള ബന്ധം എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ദ ALU കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ട്സ് ദ ഓപ്പറേഷൻ ഓഫ് ദ CPU. Option B, the ALU receives control signals from the control unit to perform specific operations. C, the control unit executes arithmetic operations through ALU. D, the ALU decodes the instruction received from the control unit. ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ? ഒന്ന് നോക്കിയേ, എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. The ALU receives control signals from the control unit to perform specific operations. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നൽസിനെ ആര് റിസീവ് ചെയ്യും? അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് റിസീവ് ചെയ്യും. റിസീവ് ചെയ്തതിന് ശേഷമാണ് ഒരു അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഏത് തരത്തിലുള്ള അർത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡാറ്റ കമ്പാരിസൺ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്, ഇതെല്ലാം ALU തീരുമാനിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് നൽകുന്ന കൺട്രോൾ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. The control unit works with which of the following to ensure proper execution of a program? അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കൺട്രോൾ യൂണിറ്റ് എന്തുമായിട്ടാണ്, ചുവടെ തന്നിരിക്കുന്ന എന്തുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് എ ഡാറ്റ ബസ്, സ്റ്റേറ്റ്മെൻറ്റ് ബി രജിസ്റ്റർ ഫയൽ, സ്റ്റേറ്റ്മെൻറ്റ് സി അഡ്രസ് ബസ്, സ്റ്റേറ്റ്മെൻറ്റ് ഡി ആൾ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അഡ്രസ് ബസ് ആണ് കേട്ടോ. അഡ്രസ് ബസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ പ്രോപ്പറാണോ എന്ന് ഉറപ്പുവരുത്തുവാനായി കൺട്രോൾ യൂണിറ്റ് അഡ്രസ് ബസ്സുമായിട്ട് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫോളോയിങ്. ഈ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന നിങ്ങൾ എന്ത് ചെയ്യുക, ശരിയല്ലാത്ത പ്രസ്താവന നിങ്ങൾ മനസ്സിലാക്കുക. നോക്കിയേ, വായിച്ചു നോക്കിയേ. ഒന്ന്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് HDD, മാഗ്നറ്റിക് സ്റ്റോറേജ് യൂസ്ഡ് ഫോർ ലോങ് ടേം ഡാറ്റ സ്റ്റോറേജ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് SSD, faster than HDD, this device stores data electronically. Optical drives, CD, DVD or Blu-ray drives used for reading and writing data on optical discs. 4, USB drives, removable storage devices for transferring data. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നിങ്ങൾക്ക് വായിച്ചിട്ട് എന്താ തോന്നുന്നേ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഒന്നുമില്ല. ഇതെല്ലാം എന്ത് തന്നെയാണ്, ശരി തന്നെയാണ് കേട്ടോ. ഇവയെല്ലാം ശരി തന്നെയാണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്, ലോങ് ടേം ഡാറ്റ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നു. SSD എന്ന് പറയുമ്പോഴത്തേക്ക് HDD-യേക്കാളും ഫാസ്റ്ററാണ്, ഡാറ്റ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് CD, DVD, Blu-ray ഡ്രൈവ്സ് ഇവയെല്ലാം ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ്. പിന്നെ USB ഡ്രൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവബിൾ സ്റ്റോറേജ് ഡിവൈസ് ആണ്, ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെല്ലാം എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരിഷ്ട ചോദ്യങ്ങളെല്ലാം PSCയെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ എന്താണ് 4 ഓപ്ഷൻ, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് പരീക്ഷ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ആ രീതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒരു 40% ചോദ്യമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലായിരിക്കും വരിക. സോ പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് CU. കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ മനസ്സിലാക്കുക. 1, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ആൻഡ് ഇൻറപ്റ്റ് ഹാൻഡ്ലിംഗ്. 2, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. 3, കൺട്രോൾ സിഗ്നൽ ജനറേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. 4, ഈവൻ ഹാൻഡ്ലർ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി 1 only. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ CU ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ആൻഡ് ഇൻറപ്റ്റ് ഹാൻഡ്ലിങ്ങും കൺട്രോൾ സിഗ്നൽ ജനറേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കരുതിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ നന്നായിട്ട് വായിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. അത് ഫംഗ്ഷൻസ് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിഷ്പ്രയാസം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആൻസർ അടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു മാർക്ക് അടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്,
അപ്പോൾ നമ്മൾ കുറേ പഠിച്ചു. ഹാർഡ്വെയർ, അർത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫങ്ഷൻസ്, കുറേ MCQs, ഇതെല്ലാം പഠിച്ചു. ഈ ക്ലാസ് എല്ലാവരും നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയ എല്ലാ കൂട്ടുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.